നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഭക്തർക്ക് ശബരിമലയിൽ അനുകൂല സാഹചര്യം ഒരുക്കണമെന്നും സംഘർഷഭൂമിയാക്കരുതെന്നും അതിനായി 144 പിൻവലിക്കണമെന്നും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്ന് സഭയിൽ കണ്ടു. എന്നാൽ ഭക്തർക്കായി ശബരിമലയെ സംഘർഷഭൂമിയാക്കാതെ സംരക്ഷിക്കാനാണ് 144 തുടരുന്നതെന്ന് മുഖ്യമന്ത്രി. മരണവീട്ടിലും അപകടസ്ഥലത്തും നേരിട്ട് പോകണമെന്നും എന്നാൽ മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പൂർണ്ണമാകൂ എന്ന പഴയ KSU പ്രേതം ഇപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പിന്തുടരുന്നുണ്ട് എന്ന് തോന്നുന്നു. ദന്തഗോപുരങ്ങളിൽ ഇരുന്നല്ല, നേരിട്ട് പോയാണ് ശബരിമലയിലെ പ്രശ്നം തൊട്ടറിഞ്ഞതെന്നാണ് ചെന്നിത്തല ഇത്രയേറെ ഗൗരവമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് സഭയിൽ പ്രതികരിച്ചത്. പോയ കാര്യവും മല ചവിട്ടി പകുതി ബാക്കി മറ്റുള്ളവർക്ക് നൽകിയതുമൊക്കെ നമുക്കറിയാവുന്ന കഥയാണെങ്കിലും അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇന്ന് ചെന്നിത്തലയുടെ ഒരു കുറിപ്പ് സഭയിലെ പ്രതീകാത്മകമായ പ്രതിപക്ഷത്തിന്റെ ദിശയില്ലായ്മ ചൂണ്ടിക്കാട്ടുന്നതാണോ എന്നൊരു സംശയം. ടൈറ്റാനിക് കപ്പലിനെ മുഖ്യമന്ത്രിയോട് ഉപമിച്ചും സ്വയം മഞ്ഞുകട്ടയോട് ഉപമിച്ചും ചെന്നിത്തല കുറിച്ചത് അക്ഷരാർത്ഥത്തിൽ അറിയാതെ പറഞ്ഞ ഉള്ളല്ലേ. മുങ്ങിയതാണെങ്കിലും കപ്പലാണ്. പക്ഷേ അലിയുകയും മറ്റൊരു രൂപം കൈവരുകയും എളുപ്പമായ മഞ്ഞുകട്ടയായിപ്പോയി പ്രതിപക്ഷം എന്നത് ശബരിമലയിൽ നിങ്ങൾ നേരിടുന്ന ആരോപണം തന്നെയാണ്. ഇന്നത്തെ കയ്യാങ്കളിയും കറുപ്പ് വേഷവും അടക്കം ശബരിമല നിയമസഭയിൽ പ്രതിഫലിച്ചതെങ്ങനെയെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ KV അബ്ദുൽ ഖാദർ MLA, ഡോക്ടർ N ജയരാജ് MLA, ഒപ്പം ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ VS ശിവകുമാർ അല്പസമയം ടെലിഫോൺ ലൈനിലും, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായി ഭാസുരേന്ദ്ര ബാബുവും എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുക. തീർച്ചയായും നമുക്ക് ചർച്ച ചെയ്യാം. അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്ന് നൽകിയ പ്രതിപക്ഷത്തിനായി നൽകിയ VS ശിവകുമാർ ടെലിഫോൺ ലൈനിൽ ആദ്യം ചേരാമെന്ന് ഏറ്റിരുന്നതാണ്, പക്ഷെ അദ്ദേഹത്തെ ലഭ്യമാകുന്നില്ല ഇപ്പോൾ. ശ്രീ ഡോക്ടർ N ജയരാജിലേക്ക് തന്നെ പോകാം. ശ്രീ ജയരാജ്, താങ്കൾ അടക്കമുള്ളവർ ഇന്ന് കറുപ്പ് വേഷമണിഞ്ഞെത്തി. റോഷി അഗസ്റ്റിനും ഒപ്പം പഴയ കേരള കോൺഗ്രസ്സുകാരനായ PC ജോർജും പിന്നീട് O രാജഗോപാലും. എന്തായിരുന്നാലും ഇന്ന് സഭയിൽ നടന്നത് ഒരു പക്ഷേ 144 പിൻവലിക്കണം എന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് മുഖ്യമന്ത്രി ആ സംഭവത്തെക്കുറിച്ച് സഭയിൽ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത്, അപ്പോൾ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം സൃഷ്ടിക്കുന്നതിനാണ് ഇത്തരം നിയന്ത്രണങ്ങൾ. അത് യഥാർത്ഥത്തിൽ അവരെ സഹായിക്കാനുള്ളതാണ് സർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് പിൻവലിക്കേണ്ട കാര്യമില്ല. ഈ ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന ഘട്ടം വരെ ഈ നിയന്ത്രണം പിൻവലിക്കേണ്ട സാഹചര്യമില്ല. ശബരിമലയുടെ കാര്യത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്, ശബരിമലയെ കൂടുതൽ ശക്തിപ്പെടുത്തും, ഒരു സംശയവും വേണ്ട. ഭക്തരുടെ കൂടെ സർക്കാരുണ്ടാവും, വിശ്വാസികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കും. കോൺഗ്രസിനെ ഏതെല്ലാം രീതിയിൽ തളർത്താൻ പറ്റുമോ തളർത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ കോൺഗ്രസ് തളർന്ന് BJP വളരുക എന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല സർ. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതല്ല. അഡ്ജസ്റ്റ്മെന്റ് പണ്ട് ഉണ്ടായത് ബാബറി മസ്ജിദ് തറക്കുമ്പോൾ ഒരാൾ പ്രധാനമന്ത്രിയായിട്ട് അവിടെ ഇരുത്തിരുന്നില്ല. അത് ഓർമ്മയില്ല, അതാണ് അഡ്ജസ്റ്റ്മെന്റ്. ആ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഈ സർക്കാർ ഉണ്ടാവില്ലല്ലോ, അതെല്ലാവർക്കും അറിയാം. തീർച്ചയായും. ശ്രീ ഡോക്ടർ N ജയരാജ്, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതാണ്. അദ്ദേഹം പറഞ്ഞതിലെ രാഷ്ട്രീയമായ മാനങ്ങൾ കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ആദ്യമായി ഈ ശബരിമലയാണല്ലോ ഇന്ന് ഇഷ്യൂ ആയി എത്തിയത്. അതിൽ 144 നിയന്ത്രണങ്ങൾ അടക്കം ശബരിമലയിൽ തുടരുന്നതിന് കാരണം സർക്കാർ ബോധ്യമാക്കി, മുഖ്യമന്ത്രി ബോധ്യമാക്കി. അതായത് അവിടെ ഭക്തർക്ക് അനുകൂലമാണ്, ശബരിമലയിൽ ഭക്തർക്ക് അനുകൂലമാണ്. പക്ഷെ ഭക്തരെ തടയാനും അവിടെ സംഘർഷ ഭൂമിയാക്കാനും ഒരു കൂട്ടൽ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് UDF തൽക്കാലത്തേക്ക് വാദത്തിന്റെ സൗകര്യത്തിന് മാറ്റി നിർത്താം. അവിടെ അക്രമം സൃഷ്ടിക്കുന്നവർ BJP ആണല്ലോ. അപ്പോൾ BJPയെ തടയിടാനാണ് പോലീസ് പ്രതിരോധങ്ങൾ അവിടെ തീർക്കുന്നത് എന്ന് പറയുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നിയന്ത്രണം. അതായത് അക്രമത്തെ തടയാൻ വേണ്ടി പോലീസ് പ്രതിരോധം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് പ്രകടമായും BJPക്കെതിരാണ്. പിന്നെന്തിനാണ് നിങ്ങൾ UDF അസ്വസ്ഥമാകുന്നത്? ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് നടക്കുന്ന തീർത്ഥാടനമുണ്ട് അവിടെ. എല്ലാ തീർത്ഥാടന കാലങ്ങളും നമുക്കറിയാം. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഭരിച്ച കാലത്തും ശബരിമലയിലെ തീർത്ഥാടനം വളരെയേറെ ശാന്തമായിട്ടും സമാധാനപൂർവ്വമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വരുന്നു. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിധി വന്ന ഉടൻ തന്നെ
ശബരിമലയുടെ ഒരു വളരെ പ്രത്യേകത നമുക്കറിയാം. ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം. ഒരു കാനന ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതീതിയാണതിനും. അവിടെ ആളുകളെ ഉൾക്കൊള്ളുന്നതിനും അവിടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ അതിൻ്റെതായ തടസ്സങ്ങളുണ്ട്. പ്രത്യേകിച്ച് അത് ഒരു വന്യമൃഗ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. സ്വാഭാവികമായി തന്നെ കേന്ദ്ര വന നിയമമൊക്കെ നിലനിൽക്കുമ്പോൾ ശബരിമലയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി പലപ്പോഴും കിട്ടാനുള്ള തടസ്സങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന് ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം അനുവദിച്ചാൽ തന്നെ അവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പറയുന്നത്. അതായത് അതിനാണല്ലോ ഈ പ്രളയബാധിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാവകാശ ഹർജിയിലേക്ക് പോവുകയാണല്ലോ. സാവകാശ ഹർജിയും പുനഃപരിശോധനാ ഹർജിയും നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും സമരം റദ്ദാകേണ്ടതാണല്ലോ. അവിടെയല്ല, അത് എന്നിട്ടും അവിടെ സമരം നടത്തുന്നത്. സമരം പോകട്ടെ, UDF നമുക്ക് വാദത്തിന് വേണ്ടി മാറ്റി നിർത്താം. BJP ആണല്ലോ അവിടെ അക്രമം നടത്തുന്നത്. ആ കാര്യത്തിൽ ജയരാജ് മാഷിന് മറ്റൊരു അഭിപ്രായമുണ്ടോ? അവിടെ BJPയുടെ ഭാഗത്ത് നിന്നുള്ള അക്രമത്തിന്റെ ഭാഗമുണ്ട്. പക്ഷേ അവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ എന്റെ സംശയം തീർക്കുകയാണ്. അപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് അവിടെ അക്രമം നടക്കുന്നു, അത് താങ്കളും അംഗീകരിക്കുന്നു. അപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അക്രമത്തെ തടയിടാൻ അവിടെ ഭക്തർക്ക് അനുകൂലമായി ഒരു നിയന്ത്രണം പോലീസിന് സ്വാഭാവികമായും ചെയ്യണ്ടേ? അതല്ലേ ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്? അതിനോട് എന്താണ് നിങ്ങൾക്ക് വിയോജിക്കാനുള്ള നിങ്ങളുടെ മാനം? അല്ല, അവിടെയുള്ള ഒരു പ്രശ്നം ഇതാണ്. ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ശബരിമലയിൽ കഴിഞ്ഞ വർഷം വന്നത് 5,40,00,000 ആളുകളാണ്. ശബരിമലയിലെ ഇപ്പോൾ 12-ാം തീയതിയാണ്. അതായത് ഈ 12 കഴിയുമ്പോൾ ഈ 11 ദിവസങ്ങളിൽ വളരെയേറെ ഭക്തജനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ ഭക്തജനങ്ങളുടെ തിരക്ക് അവിടെ കുറഞ്ഞു. ആളുകൾ അങ്ങോട്ട് പോകാൻ മടിക്കുന്നു. പ്രധാന കാരണം എന്ന് പറയുന്നത് പോലീസ് അവിടെ പലപ്പോഴും അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള ഒട്ടേറെ തടസ്സങ്ങളാണ്. അതിനകത്തൊരു പൊരുത്തക്കേട്, അതിലേക്ക് മാഷ് ടച്ച് ചെയ്യുന്നില്ല. ശ്രീ ജയരാജ്, ഡോക്ടർ ജയരാജ് അതിനകത്ത് ടച്ച് ചെയ്യുന്നില്ല. അതായത് ഭക്തരെ വരുത്താതിരിക്കാൻ അവിടെ ഒരു കലാപാന്തരീക്ഷം ഉണ്ടാകുന്നു. ആ കലാപാന്തരീക്ഷം നടത്തുന്നത് BJP ആണല്ലോ. സ്വാഭാവികമായും അത് ജയരാജ് മാഷ് തന്നെ അംഗീകരിക്കുന്നു. BJP ആണ്, UDF അംഗീകരിക്കുന്നു, കോൺഗ്രസും അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ അക്രമകാരികൾക്ക് വഴി തുറന്നു കൊടുക്കുകയാവും അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതിരുന്നാൽ. അപ്പോൾ സ്വാഭാവികമായി അക്രമകാരികളെ തടയാൻ അവിടെ പോലീസിന് നിയന്ത്രണം ഏർപ്പെടുത്തണമല്ലോ. അങ്ങനെ പോലീസിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമ്പോൾ അതിലെന്തിനാണ് കോൺഗ്രസും UDF അസ്വസ്ഥരാകുന്നത്? BJP എന്ന അക്രമകാരികൾക്കെതിരെയല്ലേ, ഭക്തർക്ക് അനുകൂലമല്ലേ? അത് തന്നെയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ തീർത്ഥാടകർക്ക് കടന്നു വരാനും അവിടെ അവരുടെ ദർശനം നടത്താനും ഈ പോലീസിന്റെ സാന്നിധ്യത്തിൽ എന്ന് പറയുന്നത് അതൊരു ഒരു കാഴ്ചപ്പാടിന് തന്നെ പ്രശ്നമുണ്ട്. അക്രമികളുടെ സാന്നിധ്യമോ? ഒരു കാര്യം ഞാൻ പറയാം, അതല്ല, അതിൽ നിന്ന് താങ്കൾ വഴുതി പോകരുത് പ്ലീസ്. അതായത് അക്രമികളുടെ സാന്നിധ്യം, പോലീസിന്റെ സാന്നിധ്യം അസ്വസ്ഥമാണ്, കാക്കി കാണുമ്പോൾ ഭക്തി വരില്ല എന്നൊരു വാദം താങ്കൾ മുമ്പോട്ട് വെച്ചു. ശരി, അതൊരു വാദത്തിന് വേണ്ടി അംഗീകരിക്കാം, അത് അവിടെ നിൽക്കട്ടെ. അതിന്റെ മറുപടിയൊക്കെ CPIM പ്രതിനിധി, LDF പ്രതിനിധി പറയും, KV അബ്ദുൽ ഖാദർ പറയും. എന്റെ സംശയം അതല്ല. പോലീസ് അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനായി പോലീസ് അവിടെ നിൽക്കുന്നു. പക്ഷേ അക്രമകാരികളാണല്ലോ ഭക്തർക്ക് ഭീഷണി. നാം കണ്ടതാണ് ലളിതയെ കൊല്ലടാ അവളെ എന്ന് വിളിച്ച് 50 കഴിഞ്ഞ കോൺഫ്ലിക്റ്റ് ഇല്ല 50 കഴിഞ്ഞവർക്ക്. എന്നിട്ട് പോലും 52 വയസ്സായ അമ്മയെ നോക്കിയിട്ട് കാവിധാരികൾ കൊല്ലടാ അവളെ എന്ന് വിളിച്ച് കല്ലെറിയുകയാണ്, മീൻസ് തേങ്ങയെറിയുകയാണ്. അത് നാം കണ്ടതാണ്, ദൃശ്യങ്ങൾ സാക്ഷിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്രയേറെ അക്രമം നടത്തുന്നവരാണോ ഭീഷണി, അതോ അതിനെ നിയന്ത്രിക്കാൻ നിൽക്കുന്ന പോലീസാണോ ഭീഷണി? അത് പറയണം, എന്നാലേ ജനങ്ങൾക്ക് ഇത് പെറുക്കിയെടുക്കാനാകും. നിങ്ങൾ ഏത് പക്ഷത്താണ്? അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. അവിടെ BJP നടത്തുന്ന എല്ലാ നിലപാടുകളോടും നമുക്ക് യാതൊരു വിധത്തിലും യോജിപ്പില്ല. പിന്നെന്തിനാണ് ഇന്ന് സഭയിൽ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന? അതായത് നോക്കൂ ശ്രീ ഡോക്ടർ ജയരാജ്, അതായത് താങ്കൾ ഇടപെടുകയല്ല, താങ്കൾക്ക് പറയാൻ സമയം തരും. തീർച്ചയായും താങ്കൾക്ക് തന്നെ, ബാക്കി ആർക്ക് കൊടുത്തില്ലെങ്കിലും താങ്കൾക്ക് തരും. അതായത് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു 144 നിയന്ത്രണങ്ങൾ. താങ്കൾ തന്നെ പറഞ്ഞു മുമ്പ് ശബരിമലയിൽ അത്തരം ഒരു പ്രശ്നമില്ലായിരുന്നു. പ്രശ്നം ഉണ്ടാകാനുള്ള കാരണവും താങ്കൾ വിശദീകരിച്ചു. സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ്. സുപ്രീം കോടതി വിധിക്ക് ശേഷം ഒരു കൂട്ടർ അവിടെ അക്രമം നടത്താനായി എത്തുന്നു. യുവതികളെ തടയുന്നു, അമ്മമാരെ തടയുന്നു, കല്ലെറിയുന്നു, ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലീസിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നു. എന്തിനു വേണ്ടി? ഭക്തർക്ക് വേണ്ടി. 144 നിയന്ത്രണങ്ങളും അടക്കമുള്ളവ ഭക്തർക്ക് സ്വസ്ഥമായി വന്ന് അവിടെ സുഖദർശനം അയ്യപ്പനെ ചെയ്തിട്ട് പോകാനാണ്, ശബരീശനെ ചെയ്തിട്ട് പോകാനാണ്. അങ്ങനെയാണെങ്കിൽ ആ ശബരീശൈലത്തിൽ അക്രമം തീർക്കുന്നവർക്കെതിരെയല്ലേ സർക്കാരിന്റെ നടപടി? അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാണ് ഈ വിശദീകരണം മുഖ്യമന്ത്രിയിൽ നിന്നും സർക്കാരിൽ നിന്നും ലഭിച്ചതിന് ശേഷവും നിങ്ങൾ രാഷ്ട്രീയ പ്രതിരോധമായി സഭയിൽ
കയ്യാങ്കളി അടക്കമുള്ളവ നടത്തിയത്. ശബരിമല ദർശനത്തിന്റെ ഒരു പ്രാധാന്യം ഞാൻ സൂചിപ്പിക്കുക, അതാണ് അതിലേക്ക് വന്നാലേ ശരിയാകത്തുള്ളൂ. ശബരിമലയിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾ കൂട്ടമായി ഒരുമിച്ച് വന്ന് ക്ഷേത്ര ദർശനം നടത്തുന്ന സ്ഥലമാണ്. അതിന് തടസ്സമില്ലല്ലോ. അതെ, ഉണ്ട്. അതിന് തടസ്സമില്ല. അതിന് തടസ്സമില്ല. അവിടെ പോലീസ് പറയുന്നത് പോലല്ല. അവിടെ ഞാൻ ഉദാഹരണം പറയാം. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു കാഴ്ച, അവിടെ വാവർ സ്വാമിയുടെ നടയിലേക്ക് വന്നിട്ടാണ് അയ്യപ്പന്മാർ ദർശനം നടത്തുന്നത്. വാവർ സ്വാമിയുടെ നടയിലേക്ക് പോകുന്നിടയ്ക്ക് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നു, കടന്നു പോകാൻ പറ്റുകയില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, അതായത് വാവർ സ്വാമിയുടെ നടയ്ക്ക് മുന്നിൽ പ്രതിരോധം ഈ പോലീസ് നിയന്ത്രിച്ചിരുന്ന സ്ഥലത്തേക്ക് ഇരച്ചു കയറി ഹരിവരാസനം, ഭഗവാൻ സുഖനിദ്രയിലേക്ക് പോകുന്നു എന്ന ഭക്തന്റെ സങ്കല്പമാണ്. ഹരിവരാസനം പാടിക്കഴിഞ്ഞാൽ യോഗനിദ്രയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ വാവർ നടയിലേക്ക് ബോധപൂർവം ഇരച്ചു കയറി മുദ്രാവാക്യം വിളിക്കുകയും ഒപ്പം ശരണം വിളിക്കുകയും ചെയ്ത ഒരു കൂട്ടരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അവർ BJP-ക്കാരാണ്. അതെ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വാവർ നടയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ താങ്കൾ എങ്ങനെ? അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഫലത്തിൽ BJP-ക്ക് അനുകൂലമാണിത്. ഫലത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, ഡോക്ടർ അതായത് ഭക്തർക്ക് അനുകൂലമായിട്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. അങ്ങനെ നിയന്ത്രണം സഭയിൽ ഏർപ്പെടുത്തുന്നതിനോട് UDF-ഉം കോൺഗ്രസും എന്തിന് അസ്വസ്ഥരാകുന്നു? നിങ്ങളെ അല്ലല്ലോ പറയുന്നത്, അക്രമം നടത്തുന്നവരെ തടയാനാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ പോലീസ് നടപടികൾ അവിടെ ശരിയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മുൻകാലങ്ങളെക്കാൾ ഭക്തന്മാർ അവിടെ കടന്നു വരാനായിട്ട് ഇപ്പോൾ താല്പര്യം കാണിക്കാത്തത്? അതിനാരാണ്? അക്രമികാരികളാണോ? അക്രമികാരികളെ തടയാൻ വേണ്ടി വന്ന പോലീസാണോ? ആരാണ്? പോലീസിന്റെ മുൻകാലങ്ങളിലെ സാന്നിധ്യം. അവിടെ പോലീസുകാർ മുൻകാലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ വോട്ടിടാത്ത പോലീസ് ഉണ്ടായിരുന്നു, ബെൽറ്റ് ഇടാത്ത പോലീസ്. അവിടെ BJP പറയുന്ന വാദങ്ങളാണ്. ഞാൻ ചോദിക്കുന്നതല്ല. BJP പറയുന്ന വാദങ്ങളല്ല. ഡോക്ടർ എൻ കെ വി അബ്ദുൽ ഖാദറിലേക്ക് പോകാം. അതായത് ശ്രീ എൻ ജയരാജ്, ഞാൻ പറയുന്നു, നേരത്തെയും അവിടെ പോലീസുകാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോലീസ് സാന്നിധ്യം അസ്വസ്ഥമാകേണ്ടത് സ്വാഭാവികമായും അവിടെ അക്രമം നടത്തുന്ന BJP-ക്കാർക്കാണ്. പിന്നെ എന്തിനാണ് UDF-ന് അസ്വസ്ഥത ഉണ്ടാകുന്നത് നിയമസഭയിൽ? അതിന്റെ പേരിൽ നമ്മൾ അവിടെ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഇവിടെ ഞാൻ പറയും, എനിക്കൊരു മിനിറ്റ്, ശബരിമല തീർത്ഥാടനത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവം, കൂട്ടമായി വരുന്ന ആളുകൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നെയ്യഭിഷേകമാണ്. അത് ഒരാളിന്റെ നേതൃത്വത്തിലായിരിക്കും വരുന്നത്, ഒരു പെരിയ സ്വാമിയുടെ നേതൃത്വത്തിലാണ്. അത് ഒരുമിച്ച് അവരവിടെ ഇരുന്നത് പൊട്ടിച്ച് ഒരു പാത്രത്തിലാക്കി ഒന്നോ രണ്ടോ ആളുകളാണ് മുകളിൽ കൊണ്ടുപോയി ഈ ക്ഷേത്രത്തിന് മുകളിൽ കൊണ്ടുപോയിട്ട് താഴെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്, മുകളിൽ കൊണ്ടുപോയിട്ട് അഭിഷേകം കഴിക്കുന്നത്. അവിടെ ആളുകൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റാത്ത സാഹചര്യം, അവർക്ക് ഒരുമിച്ച് അവിടെ ശരണം വിളിക്കാൻ വയ്യാത്ത സാഹചര്യം. ശബരിമലയുടെ ഒരു പ്രത്യേകത തന്നെ മറ്റു ക്ഷേത്രത്തിൽ വ്യത്യസ്തമായ ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇപ്പോൾ ഇല്ല എന്ന് അവിടെ പോയിട്ടുള്ളവർ പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലും അതിന് കാരണമായത് അക്രമം സൃഷ്ടിച്ചവരാണല്ലോ. അവിടെ അക്രമം സൃഷ്ടിച്ചവരെ തടയാൻ വന്ന പോലീസിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക, അക്രമികാരികൾക്ക് പോസിറ്റീവായ അനുകൂലമല്ലേ ഇന്ന് നിയമസഭയിൽ നിങ്ങൾ കാണിച്ചത്? അതല്ലേ ഫലത്തിൽ വരിക? ശ്രീ കെ വി അബ്ദുൽ ഖാദർ, അതായത് നിങ്ങൾ 144 ഏർപ്പെടുത്തുന്നത് ആർക്കെതിരെയാണ്? ആർക്കാണ് ഭീഷണിയാകുന്നത്? ഇന്ന് സർക്കാർ അവിടെ കൊടുത്തത് സംതൃപ്തമാകാത്ത ഒരു പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷം ഒരു പരിച്ഛേദമാണ് ജനതയുടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ശ്രീ ജയരാജ് പറഞ്ഞതിനെ കൂടി താങ്കൾ ഉൾപ്പെടുത്തി പ്രതികരിക്കാം. അല്ല, ഇതില് കോൺഗ്രസിന് ചെന്നപ്പെട്ടിട്ടുള്ള ഒരു ഗതികേടുണ്ട്. ആ ഗതികേടിൽ നിന്ന് ഊരാൻ അവർക്ക് കഴിയുന്നില്ല. എന്റെ സുഹൃത്ത് ശ്രീ ജയരാജ് ഇവിടെ ന്യായീകരിക്കാൻ പാടുപെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് കേവലം പോലീസ് നടപടിയുടെ പ്രശ്നം മാത്രമല്ലല്ലോ. കൊടിയില്ലാതെ സമരത്തിൽ പങ്കെടുക്കാം എന്ന് കോൺഗ്രസ് അനുമതി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് BJP ഉയർത്തുന്ന ആശയം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട വിഷയം. അവർക്ക് ആ നിലപാടിന്റെ തുടർച്ചയായിട്ട് സംസാരിക്കാനാവൂ. ഇന്ന് ഞാൻ പറയാണ്, ശ്രീ ശിവകുമാർ നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു അക്ഷരം BJP-യുടെ അക്രമത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അവിടെ സംസാരിച്ചത് മുഴുവൻ പോലീസിനെതിരെയാണ്, ഗവൺമെന്റിനെതിരെയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ വിഷയം നിയമസഭയിൽ റേസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയണ്ടേ, അവിടെ ആരാണ് ഭക്തയെ തലക്കടിച്ചത്? ആരാണ് ആചാര ലംഘനത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ശബരിമലയുടെ 18ാം പടിയിൽ കയറി നിന്ന് ആചാരം ലംഘിച്ച നേതാവിനെ സംബന്ധിച്ചോ ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ ജനറൽ സെക്രട്ടറിയെ കുറിച്ചോ ഒന്നും വിമർശനപരമായിട്ട് കോൺഗ്രസിന് പറയാനില്ല. ശിവകുമാർ ഒന്നും പറഞ്ഞില്ല. അപ്പോ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് യഥാർത്ഥത്തിൽ സംഘ് പരിവാറിന് കീഴടങ്ങുക എന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ടാണ് ശബരിമലയിൽ പ്രശ്നമുണ്ടാക്കിയ
ആളുകളെ കുറിച്ച് പറയാതെ അവരെ തടയാവുന്നവരെ കുറിച്ച് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ പോലീസ് നിരോധനാജ്ഞ അവിടെ പ്രഖ്യാപിച്ചത്? പോലീസിന് നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട ആവശ്യം എന്തുകൊണ്ട് വന്നു? അതേക്കുറിച്ച് പറയുന്നില്ലല്ലോ. അവിടെ ആദ്യ ദിവസങ്ങളിൽ എത്ര സംയമനത്തോടെയാണ് പോലീസ് പെരുമാറിയത്. എങ്ങനെയാണ് അവിടെ അക്രമം ഉണ്ടായത്? മാധ്യമപ്രവർത്തകരെ അടിച്ചില്ലേ? കുഴപ്പങ്ങൾ ഉണ്ടാക്കിയില്ലേ? എത്ര വാഹനങ്ങൾ തകർത്തു? ഇതൊക്കെ ചെയ്ത ആളുകളെ കുറിച്ച് ഒരു പരാതിയില്ല. അതെല്ലാം ഭക്തരുടെ ചെലവിൽ എഴുതിത്തള്ളാൻ പറ്റില്ല. ഒരു യഥാർത്ഥ ഭക്തനും കുഴപ്പമുണ്ടാക്കിയിട്ടില്ല, പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയത് മുഴുവൻ RSSഉം BJPയും ആണ്. അതിന് കൂട്ടുനിൽക്കുക എന്ന ഏറ്റവും അപമാനകരമായ സ്ഥിതിവിശേഷത്തിൽ കോൺഗ്രസ് ചെന്നെത്തി. അതിന്റെ തുടർച്ചയാണ് ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം. അടിയന്തര പ്രമേയത്തിൽ ശിവകുമാർ അവതരിപ്പിച്ച കാര്യങ്ങൾ, അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ മറുപടി വളരെ കൃത്യമാണ്. ഈ ഗവൺമെന്റ് നിലപാട്, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് പരിശ്രമിക്കുന്നു. ഇപ്പൊ 2 ദിവസങ്ങളായിട്ട് അവിടെ വല്ല പ്രശ്നങ്ങളുണ്ടോ? ഇപ്പൊ ഹിന്ദു ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹിന്ദു പത്രം. അവിടെ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സുഗമമായിട്ട് തീർത്ഥാടനം നടക്കുകയാണ്. പക്ഷേ അപ്പോഴും നിയമസഭയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിക്ക് RSSനെയോ BJPയോ അല്ല എതിർക്കേണ്ടത്, പോലീസിനെയാണ് എന്ന നിലപാട് ജനം മുഴുവൻ കാണുകയല്ലേ. അപ്പോൾ കോൺഗ്രസിന് ന്യായീകരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം, ആ പാരമ്പര്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നയസമീപനം. എല്ലാവർക്കും അറിയാം കോൺഗ്രസ് ഇങ്ങനെയല്ലല്ലോ നിലപാടെടുക്കേണ്ടത്. ഈ നിലപാടെടുത്ത കോൺഗ്രസ് ഇത് ന്യായീകരിക്കാൻ വല്ലാതെ പാടുപെടും, ബുദ്ധിമുട്ടും. അതിന്റെ തുടർച്ചയാണ് ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി ഉന്നയിച്ച ഒരു പ്രശ്നത്തിനും ഫലപ്രദമായിട്ട് പ്രതിപക്ഷ നേതാവിന് മറുപടി പറയാനായില്ല. അദ്ദേഹം 40 മിനിറ്റോളം സംസാരിച്ചു അദ്ദേഹവും. പക്ഷേ പ്രതിപക്ഷത്ത് ഈ വിഷയത്തിൽ ഒരു യൂണിറ്റി പോലും ഉണ്ടായില്ല. അനൈക്യമുള്ള ഒരു പ്രതിപക്ഷമാണ് എന്ന് ഒരു നിയമസഭയിൽ തെളിയിച്ചു. പരസ്പരം വൈരുദ്ധ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. ശ്രീ ബസിലേന്ദ്ര ബാബു, അതായത് ഈ ഇന്ന് PC ജോർജും ഈ റോഷി അഗസ്റ്റിനും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഡോക്ടർ NJ രാജും ഒക്കെ കറുപ്പണിഞ്ഞാണ് ഇന്ന് എത്തിയത്. പ്രതീകാത്മകമായി അവർ മതേതര ചേരിയിലാണ് അവിടെ നിൽക്കട്ടെ. ഇവരുടെ പഴയ ഒരു നേതാവ് PC ജോർജ് ഇന്ന് അവിടെ കറുപ്പ് വേഷം അണിയുകയും രാജഗോപാലിനൊപ്പം ഇരിക്കുകയും ചെയ്തു. ഇന്ന് മാധ്യമങ്ങളിലൊക്കെ അത് വലിയ വാർത്തയാണ്. അതായത് PC ജോർജിന്റെ ആ BJP അനുകൂല നീക്കം കാര്യങ്ങൾ. അതിന് അദ്ദേഹം വാട്സപ്പിലൂടെ നിയമസഭയ്ക്ക് ഉള്ളിൽ നിന്നാണെന്ന് തോന്നുന്നു, വാട്സപ്പ് മെസ്സേജിലൂടെ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജും കണ്ടു. ഏത് ആചാരലംഘനത്തിനും ഏത് മതത്തിന്റെ ആചാരലംഘനത്തിനും ഞാൻ സംരക്ഷണമായി നിൽക്കും. അതല്ല വിഷയം. യഥാർത്ഥത്തിൽ ഈ BJPക്കൊപ്പം എന്ന ധാരണ ഉയർത്തി PC ജോർജ് പോയതും ഫലത്തിൽ ഇന്ന് UDFിലെ UDFിന്റെ MLAമാർ നടത്തിയത്, നിയമസഭയിൽ നടത്തിയതും തമ്മിൽ എന്തെങ്കിലും രാഷ്ട്രീയ വ്യത്യാസം താങ്കളുടെ നിരീക്ഷണത്തിൽ കാണുന്നുണ്ടോ? ഫലത്തിൽ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ശ്രീ ഡോക്ടർ ജയരാജ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ കാര്യങ്ങൾ ഒരു പരിഹാരത്തിലേക്ക് പോവുകയാണ്. വളരെ പരിഹാരം ഉദ്ദേശിച്ചത് സാവകാശ ഹർജി പുനഃപരിശോധന. അല്ലെങ്കിൽ തന്നെ യുവതീ പ്രവേശനത്തിന് പോലീസ് സഹായിച്ചാൽ സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്ന സമയത്ത് സന്നിധാനത്ത് നിന്നും വലിയ നടപ്പന്തലിൽ നിന്നും വേണമെങ്കിൽ ആളുകളെ മാറ്റാൻ പോലീസിന് പറയുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ഇന്ന് അവസാനമായി പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ്. അല്ലാതെ പോലീസിന്റെ പ്രശ്നമല്ല. നടപ്പാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ ഓർഡർ നിലനിർത്താം, അതേമാതിരി പോലീസ് നിയന്ത്രണങ്ങളാകാം. ആ നിലയ്ക്ക് ഹൈക്കോടതി വരുന്നത് കോടതി ബാധകമല്ലാത്തവരാണ്. അതെ, ഹൈക്കോടതി തന്നെ അവരുടെ മുൻ നിലപാടുകളിൽ നിന്ന് വല്ലാതെ മാറി യുവതീ പ്രവേശനത്തിന് പോലീസിന് ശ്രമിക്കേണ്ട ബാധ്യതയുണ്ട്. അവർ ചെയ്യുന്ന സമയത്ത് സന്നിധാനത്ത് നിന്നും വലിയ നടപ്പന്തലിൽ നിന്നും ആളുകളെ മാറ്റണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള അധികാരവും പോലീസിനുണ്ട്. പറഞ്ഞത് ഹൈക്കോടതി. ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതുകൊണ്ട് കോൺഗ്രസുകാർക്ക് പണ്ടേ കോടതിയെ മാത്രമല്ല എല്ലാത്തിനും പേടിയാണ്. അതുകൊണ്ട് അവർ തടയാനൊന്നും നിൽക്കില്ല. അതൊരു കഴിവല്ല. തടയുന്നത് കഴിവാണെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ ഇവർ തടയാത്തത് കഴിവുകേട് കൊണ്ടാണ്. അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ താഴെ, സന്നിധാനത്ത് 5 കിലോമീറ്റർ താഴെ വന്നിട്ട് ഞങ്ങൾ ഇനി മേലേക്കില്ല എന്ന് പറയുന്നത് എന്താ? നടക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രം. വേറെ യാതൊരു യുക്തിയും ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വന്നത് ശ്രീ ശിവകുമാർ ഇപ്പോ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. തീർച്ചയായും ശ്രീ ശിവകുമാർ, താങ്കൾ ഇന്ന് അടിയന്തര പ്രമേയ പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കോൺഗ്രസിൽ നിന്ന് ആരായാനുള്ളത്, പ്രത്യേകിച്ച് ഉയരുന്ന ഒരു ആരോപണം. ശ്രീ ശിവകുമാർ, താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഈ 144 പിൻവലിക്കണം, ഭക്തർക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്നാണല്ലോ അടിയന്തര പ്രമേയ നോട്ടീസിന്റെ സാരം.
പക്ഷെ ഭക്തർക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് 144. അതവിടെ ഭക്തർക്കെതിരല്ല, അതവിടെ അക്രമം നടത്തുന്ന BJPക്കെതിരാണെന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് UDFും കോൺഗ്രസും അസ്വസ്ഥമാകുന്നത്? മുഖ്യമന്ത്രി ഇന്നത് വിശദീകരിക്കുകയും ചെയ്തല്ലോ. അല്ല, ഈ ഇപ്പോ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി വന്നത് യുവതികളെ പ്രവേശിപ്പിക്കണമെന്നുള്ളതാണല്ലോ. അത് യഥാർത്ഥത്തിൽ ഇപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം ശബരിമലയിൽ ഇപ്പൊ ഇല്ല. പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയിൽ പോലും ശബരിമല പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു യുവതി അവിടെ വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ ഇപ്പൊ ശബരിമലയിൽ ഭക്തജനങ്ങൾ വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വരേണ്ടിയിരുന്ന സാഹചര്യത്തിൽ അത് 4-1 വരുന്നില്ല. അല്ലല്ല, ശ്രീ ശിവകുമാർ, താങ്കൾ പറഞ്ഞു വന്നത് തന്നെ തുടരണം. അതായത് താങ്കൾ പറഞ്ഞത് ഇപ്പോൾ അവിടെ യുവതീ പ്രവേശനത്തിന് ഒരു ഭീഷണി നിലനിൽക്കുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്നിട്ടും അവിടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി നിൽക്കുന്നത് BJP ആണ്. അപ്പോൾ BJPക്കെതിരെയാണ് അവിടുത്തെ പോലീസിന്റെ നിയന്ത്രണം. അതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. താങ്കളും ഇൻഡയറക്റ്റായി ശരിവെക്കുകയാണ് ചെയ്തത്. പിന്നെന്തിനാണ് UDFും കോൺഗ്രസും അസ്വസ്ഥമായത് സഭയിൽ? അല്ല, കോൺഗ്രസിന് അങ്ങനെ പിന്നെ അസ്വസ്ഥതയുടെ പ്രശ്നമില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്. ഇപ്പോ പിന്നെ ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അവിടെ യുവതികൾ ഇപ്പൊ പ്രവേശിക്കുന്ന സാഹചര്യം. പിന്നെ എന്താണ് പ്രശ്നം? 144 പ്രഖ്യാപിച്ചിരുന്നാൽ ഇപ്പോ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അപ്പാടെ പിന്നെ അത് ലംഘിക്കപ്പെടുകയാണ്. അതായത് ശ്രീ ശിവകുമാർ 144 അവിടെ, അതായത് താങ്കൾ പറഞ്ഞതുപോലെ യുവതീ ഭീഷണി ഇല്ലാത്ത സാഹചര്യത്തിൽ, താങ്കൾ പറഞ്ഞ വാക്കുകളാണ് ഞാൻ കടവെക്കുന്നത്. യുവതീ ഭീഷണി അത് യഥാർത്ഥത്തിൽ യോജിക്കുന്നല്ലെങ്കിൽ പോലും താങ്കളുടെ രാഷ്ട്രീയ ഭാഷയിൽ യുവതീ ഭീഷണി അവിടെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പിന്നീട് അവിടെ 144 നിയന്ത്രണങ്ങളോ പിൻവലിച്ചാൽ BJPക്കാരായ അക്രമാസക്തമായ സമരക്കാർ അവിടെ ഏതെങ്കിലും സമരമുണ്ടാക്കിയാൽ അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് വഹിക്കുമോ? അല്ല, അത് 144 വേണമെന്നില്ലല്ലോ. പോലീസിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് അവിടെ. ഇപ്പൊ യഥാർത്ഥത്തിൽ വരുന്ന ഭക്തജനങ്ങൾ മുഴുവൻ BJPക്കാരാണോ? ഭക്തജനങ്ങൾ മുഴുവൻ RSS? അല്ല, അവിടെ BJPക്കാർ സംഘർഷം നടത്തുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതൊരിക്കലും ശരിയല്ല. ഭക്തജനങ്ങൾ മുഴുവൻ BJP ആണ്, RSS ആണ് എന്ന് പറഞ്ഞ് അങ്ങനെയല്ല പറഞ്ഞത്. അതായത് ശ്രീ ശിവകുമാർ താങ്കൾ വളച്ചൊടിക്കുകയാണ്. അതായത് ഈ ഭക്തരായിട്ടുള്ളവർ അവിടെ വരട്ടെ, ഭക്തരായിട്ടുള്ളവർ BJPക്കാരല്ല, ശരി, ഭക്തർ അവിടെ വരട്ടെ, അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ് പോലീസ് അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും അക്രമികാരികളായി BJPക്കാർ അവിടെ എത്തി ഭക്തരെ ഉപദ്രവിച്ചാൽ, നാം കണ്ടല്ലോ ലളിത എന്ന 52കാരിക്ക് നേരെ തേങ്ങ എറിയുന്ന BJPക്കാരെ, അതൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, പോലീസിന്റെ നിയന്ത്രണം അവിടെ ഇല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായി ഭക്തരായ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, പരിക്കേറ്റാൽ അതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസ് വഹിക്കുമോ? പിന്നെ എന്ത് ഉത്തരവാദിത്തത്തിലാണ് അവിടുത്തെ നിയന്ത്രണം പിൻവലിക്കണമെന്ന് കോൺഗ്രസ് പറയുന്നത്? ഭക്തരായിട്ടുള്ള ആളുകൾ മുഴുവൻ BJP ആണെന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല. അവിടെ സംബന്ധിച്ചിടത്തോളം, RSSകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ട്. അവർ യഥാർത്ഥ ഭക്തരുടെ വികാരങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞ എന്താണ്, ഇത് സുവർണാവസരമാണ്, തകർന്നു നടന്ന BJPക്ക് ഒരു ചെറിയ പിടിവള്ളി കിട്ടിയതാണ് എന്ന് അവര് തന്നെ രഹസ്യ യോഗത്തിൽ പറഞ്ഞ് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അവരെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഇപ്പോ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ പ്രൊജക്ട് ചെയ്ത് BJP ആണ് ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ രാഷ്ട്രീയമായിട്ട് അവരുദ്ദേശിക്കുന്ന തരത്തിൽ അവർക്ക് പ്രയോജനം നിങ്ങൾ തന്നെ കൊടുക്കുകയല്ലേ? ശ്രീ ശിവകുമാർ, അതായത് അക്രമം BJP അവിടെ നടത്തി ഭക്തർക്ക് ഏതെങ്കിലും പരിക്കേറ്റാൽ അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് വഹിക്കുമോ? പ്രഖ്യാപിച്ചാൽ മാത്രമേ അവിടെ പിന്നെ കാര്യങ്ങൾ പിന്നെ നിൽക്കാൻ കഴിയൂ, സമാധാനപരമായി കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ള ആ ഒരു സാഹചര്യം ഇപ്പൊ അവിടെ ഇല്ല. അപ്പോഴല്ലേ കൂടുതൽ സർക്കാർ ശരിയാകുന്നത്? അതായത് യുവതീ പ്രവേശനം എന്ന ഭീഷണി ഇല്ലാഞ്ഞിട്ട് പോലും ശ്രീ ശിവകുമാർ യുവതീ പ്രവേശനം എന്ന ഭീഷണി ഇപ്പോൾ അവിടെ നിലനിൽക്കാതിരുന്നിട്ടും BJP അവിടെ സമരവുമായി തുടരുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ സമരം ഏത് നിമിഷവും അക്രമാസക്തമാകാം. അങ്ങനെയുള്ളപ്പോൾ ഭക്തർക്ക് പ്രൊട്ടക്ഷനായി പോലീസിനെ ഇട്ടിരിക്കുന്നു എന്നതല്ലേ, എന്ന സർക്കാരിന്റെ വാദമല്ലേ താങ്കളുടെ ഈ പ്രതികരണത്തിൽ കൂടുതൽ ശരിയാകുന്നത്? ഹൈക്കോടതി പറഞ്ഞില്ലേ അവിടെ പോലീസ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, പോലീസിന് നിയന്ത്രണം തുടരാമെന്നാണ് പറഞ്ഞത് ഹൈക്കോടതി. പോലീസിന് നിയന്ത്രണം തുടരാമാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു VS ശിവകുമാറിനോട് എന്തോ പറയുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, എന്താണ് ഏറ്റവും പുതിയ ജഡ്ജിമെന്റിനകത്ത് പിന്നെ VS ശിവകുമാർ കോടതി പറയുന്നത്? പോലീസ് നിയന്ത്രണമാകാം, യുവതീ പ്രവേശനത്തിന് വേണ്ടി ആവശ്യമെങ്കിൽ സന്നിധാനത്തും വലിയ നടപ്പന്തലിൽ നിന്നും ആളുകളെ മാറ്റാം പോലീസിന്. ഇതൊക്കെ ഏറ്റവും പുതിയ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പോലീസ് നിയന്ത്രണമാകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് വീണ്ടും ഈ കേസ് പോകും.
അപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഹൈക്കോടതി പോലുമാകാം. ഈ കാര്യത്തിൽ എല്ലാവരുടെയും കൈ പൊള്ളിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെ മാറ്റിവെക്കുക ശിവകുമാർ. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിച്ചുകൊള്ളട്ടെ. സുപ്രീം കോടതിയുടെ വളരെ സുവ്യക്തമായ ഒരു വിധി വന്നു ഭരണഘടനാ ബെഞ്ചിന്റെ. അങ്ങനെ ഒരു വിധി വന്നാൽ റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ഒരു പ്രതിപക്ഷം അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ നടപ്പാക്കാമെന്നാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾ ആലോചിക്കുന്നത് എങ്ങനെ നടപ്പാക്കാതിരിക്കാമെന്നാണ്. നിങ്ങൾക്കൊരു നിലപാടുണ്ട്, ഈ എന്താ പറയാ, വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കരുത്. വിശ്വാസികളുടെ ഭാഗത്താണ് അഫിഡവിറ്റിന്റെ സമയത്ത് നിങ്ങൾ നിന്നിട്ടുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ ആ നിലപാട് സംരക്ഷിക്കാൻ നിങ്ങൾ മര്യാദയുള്ള പ്രതിപക്ഷമാണെങ്കിൽ, ജനാധിപത്യ പ്രതിപക്ഷമാണെങ്കിൽ കോടതിയിലേക്കാണ് പോകേണ്ടത്. അല്ലാതെ ഇവിടെ സ്ത്രീകളെ കയറ്റൂല നിങ്ങൾ പറഞ്ഞില്ല, അതിനുള്ള തന്റെ ഇടമില്ലല്ലോ തടയാനുള്ള. അപ്പം അതുമില്ല ഇതുമില്ല എന്ന അവസ്ഥയുണ്ടല്ലോ. എന്തെങ്കിലും ഒന്നാകും സർ, അതാണ് നിങ്ങളുടെ ഒരു ദൗർബല്യം. അപ്പൊ അതുമില്ല ഇതുമില്ല എന്ന നിലയ്ക്ക് ഒന്ന് കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. കൊടുക്കാം. സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഞങ്ങളുടെ നിലപാടിനെ ശക്തമായി പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യണ്ടേ? അതുവരെ വെയിറ്റ് ചെയ്യണ്ടേ? അതിലെ ജുഡീഷ്യൽ മര്യാദ ശബരിമലയെ സംരക്ഷിക്കാൻ വേണ്ടി ശബരിമലയെ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. അവര് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPM എടുത്തിരിക്കുന്ന നിലപാട് ശബരിമലയെ തകർക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു നിലപാടിലേക്ക് ശിവകുമാർ KV അബ്ദുൽ ഖാദർ ചോദിക്കുന്നു. KV അബ്ദുൽ ഖാദർ MLA താങ്കളോട് ചോദിക്കുന്നു. ശിവകുമാർ, KV അബ്ദുൽ ഖാദർ MLA ചോദിക്കുന്നു, എന്തിനാണ് അങ്ങനെയാണെങ്കിൽ കൊടിയില്ലാതെ സമരത്തിൽ പങ്കെടുക്കാം എന്ന് പാർട്ടി അനുമതി നൽകിയത്? അതല്ലേ BJPക്ക് RSSന് ഈ സമരത്തിന്റെ ഒരു ശക്തി കിട്ടിയത്? നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ശക്തി കിട്ടിയത് മുഖ്യമന്ത്രി ദിവസവും അവരെ ഈ ചോദ്യത്തിനോട് അവരുടെ സമരത്തെ അവരുടെ ആളില്ല. ഭക്തജനങ്ങൾ മുഴുവൻ യഥാർത്ഥത്തിൽ BJPക്കാരാണോ? കൂടി അവര് സംഘടിപ്പിക്കുന്ന സമരത്തിൽ എങ്ങനെ പോവാൻ നിങ്ങൾ പറയും? വ്യത്യസ്തമായ രാഷ്ട്രീയങ്ങളായിട്ട് വരികയാണ്. അവരുടെ മുന്നിൽ വന്നുകൊണ്ട് ഒരു BJPക്കാരനും RSS മുദ്രാവാക്യം പിടിച്ചാൽ അത് മുഴുവൻ RSS ആണെന്ന് പറയുന്ന ആരെങ്കിലും അവരെ കൂടുതൽ BJPക്കാരാണെന്ന് പറഞ്ഞില്ല. പക്ഷെ ചിലർ അവിടെ, ശ്രീ ശിവകുമാർ താങ്കൾ എന്താണ് കേൾക്കുന്നത്? അതായത് ഭക്തർ BJPക്കാരാണെന്നല്ല പറഞ്ഞ, ഭക്തർ തന്നെയാണ്, അവർക്ക് രാഷ്ട്രീയമില്ല അല്ലെങ്കിൽ രാഷ്ട്രീയമുള്ളവരുണ്ട്, അതൊക്കെ വേറെ. പക്ഷേ ഭക്തരെ ബുദ്ധിമുട്ടിക്കാനായി BJP അവിടെ ബോധപൂർവ്വം ശ്രമിക്കുന്നത് താങ്കൾ തന്നെ അംഗീകരിക്കുന്നു. അതിനെ തടയിടാൻ പോലീസിന് നിയന്ത്രണം വേണ്ടി വരില്ലേ? അത് നിങ്ങൾ ഭരിച്ചാലും അതല്ലേ ഉണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാണ് പോലീസിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? അവിടെ അക്രമികൾ വരുന്നുണ്ട്. 144 മാത്രമാണോ ബുദ്ധിമുട്ട്? എന്താണ് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ എന്ത് സംവിധാനമാകും അവിടെ ഏർപ്പെടുത്തുക? ഇങ്ങനെ ഭക്തർക്കെതിരെ അക്രമം. ശ്രീ ശിവകുമാർ, പ്രശ്നങ്ങൾ സുപ്രീംകോടതി വിധി വന്ന ആ ഒരു സാഹചര്യം മാറി. ശ്രീ ശിവകുമാർ, അതായത് സുപ്രീം കോടതി വിധി നടപ്പാക്കാനായി സർക്കാർ പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ അക്രമം ഒരു കൂട്ടർ സൃഷ്ടിച്ചാൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് നിങ്ങൾ എന്താകും ചെയ്യുക? ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ഗവൺമെന്റുകൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇത്ര ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലേ, ആലോചനയില്ലാതെ ചെയ്തുകൊണ്ടല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ BJP ആണ് ന്യായീകരിക്കുന്നത്. താങ്കൾ അപ്പോൾ BJPയുടെ അക്രമത്തെ അല്ലേ ന്യായീകരിക്കുന്നത്? ഇതിന്റെയൊക്കെ പ്രശ്നങ്ങളുടെ BJPയുടെ അക്രമത്തെ അല്ലേ താങ്കൾ ന്യായീകരിക്കുന്നത്? അക്രമത്തെ ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കില്ല. ഞങ്ങൾ അക്രമ സമരത്തിലില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അക്രമം നടത്തിയാൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പോലീസ് എന്ത് ചെയ്യും? നരസിംഹറാവുവിന്റെ കാലത്തിരുന്നത് പോലെ ഇരിക്കുമോ? അതാണ് ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചത്. ഞങ്ങളുടെ കാലമാണെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകില്ല. ഞങ്ങളുടെ സാഹചര്യമാണെങ്കിൽ, ഞങ്ങളുടെ ഭരണമാണെങ്കിൽ ഇത്തരത്തിൽ സാഹചര്യം ഉണ്ടായില്ല. കേരളത്തിൽ UDF ആണ് ഭരിച്ചിരുന്നു എങ്കിൽ, കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ് ആയിരുന്നു എങ്കിൽ ഈ വിധി വരില്ലല്ലോ. ഇവിടെ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞത് കേട്ടില്ലേ? അതായത് നിങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ സന്നിധാനം ഇപ്പോൾ BJPക്കാരുടെ കയ്യിൽ ഇരുന്നേനെന്ന്, അക്രമികളുടെ കയ്യിൽ ഇരുന്നേനെന്ന്. ഞങ്ങളുടെ ഞാൻ 5 വർഷക്കാലം അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ദേവസ്വം മന്ത്രി ആയ സമയത്ത് അന്ന് ഈ വിധിയില്ലല്ലോ. മുമ്പ് VS സർക്കാർ ഇരിക്കുമ്പോഴും ഒരു പ്രശ്നവുമില്ലല്ലോ. LDF സർക്കാർ ഇരിക്കുമ്പോഴും ഒരു പ്രശ്നവുമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം കൊണ്ട്? അപ്പൊ മനഃപൂർവ്വം ശബരിമലയെ കലാപഭൂമി മാറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള തീരുമാനത്തിന്റെ അല്ലെങ്കിൽ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ശരി ശരി ശ്രീ ശിവകുമാർ വളരെ നന്ദി ഈ ഘട്ടത്തിൽ. പക്ഷേ താങ്കൾ ഈ അതായത് BJP അവിടെ ഭീഷണിയില്ല, ശ്രീ സുരേന്ദ്ര ബാബു, അവിടെ ഭീഷണിയില്ല. ഇപ്പോൾ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു ഭീഷണി അവിടെ നിലനിൽക്കുന്നില്ല എന്ന് VS ശിവകുമാർ തന്നെ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ പിന്നീട് എന്തിനാണ് അവിടെ അക്രമം നടത്തുന്നവർക്കെതിരെ പോലീസ് നടപടിയെ എതിർക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നില്ല. എന്താകും അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ചു കൂടി താങ്കൾക്ക്? ഡോക്ടർ N. ജയരാജ് പറഞ്ഞത് അതിനകത്ത് ഞാൻ ആദ്യം ഒരു മിനിറ്റ് താങ്കളുടെ പ്രതികരണം സമഗ്രമായും ശ്രീ ഡോക്ടർ ജയരാജ്. ശബരിമല തീർത്ഥാടനത്തിന് കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ല വരുന്നത്. അത് താങ്കൾ പറഞ്ഞു. സുപ്രീം കോടതി വിധി സംബന്ധിച്ച് എന്തോ ഒരു കാര്യം പറയാൻ വന്നു. ഇവിടെ അത് ഞാൻ പറയാൻ വന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് അന്ന് കൊടുത്തൊരു അഫിഡവിറ്റ് ഉണ്ട്. അന്ന് ആ അഫിഡവിറ്റ് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് ഗവൺമെന്റ് നിലപാട് എന്ന് പറഞ്ഞിരുന്നു. ആ അഫിഡവിറ്റ് പിൻവലിച്ച ശേഷം LDF ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിൽ അഫിഡവിറ്റിൽ പറയുന്നത് അതിനകത്ത് യഥാർത്ഥത്തിൽ പരിണതപ്രജ്ഞരായ ഹിന്ദു മതപണ്ഡിതരെയും വർഗീയ ചേരിയിൽ നിൽക്കാത്ത മതേതര ഹിന്ദുവാദികളെയും എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു ഒരു കമ്മീഷൻ നിശ്ചയിക്കണമെന്ന് ഇന്നല്ലേ അഫിഡവിറ്റിൽ ഉണ്ടായിരുന്നു. അല്ല, എന്തിനാണ് അങ്ങനെയാണെങ്കിൽ UDF കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ചത്? അത് നിലപാട് മാറ്റമല്ലേ? UDF LDF ഒന്നാകുമോ? അല്ല, അതല്ല. അപ്പൊ ഡോക്ടർ ജയരാജിനോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. സർക്കാർ കൊടുക്കുന്ന ഒരു അഫിഡവിറ്റ് നോക്കിയിട്ട് അതനുസരിച്ചാണ് വിധി എഴുതാനാണെങ്കിൽ ഈ നാട്ടിൽ കോടതി എന്തിനാണ്? ഈ നാട്ടിൽ കോടതി എന്തിനാണ്? ഈ കേസിലത്തെ കക്ഷി, അതായത് സർക്കാർ ഒരു കക്ഷിയാണതിൽ. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നു, 24 എതിർകക്ഷികളുണ്ട്, അവരും അഫിഡവിറ്റുകൾ കൊടുക്കുന്നു, അവരും മുമ്പ് വെക്കുന്നു. ഇതൊക്കെ നീണ്ട പരിശോധനയ്ക്കും വാദങ്ങൾക്കും ശേഷം ഭരണഘടനാ ബെഞ്ച്, 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇരിക്കുന്നത്. അതിലെ 4 പേർ ഭൂരിപക്ഷ വിധി, മൈനോറിറ്റി വിധി അവിടെ നിൽക്കട്ടെ, ഭൂരിപക്ഷ വിധി വരുന്നു. ശ്രീ ജയരാജ്, അങ്ങനെയാണെങ്കിൽ ഇത്രയേറെ പ്രക്രിയകൾ നടക്കുന്ന ഒരു ജുഡീഷ്യറിയെ സംബന്ധിച്ച് താങ്കൾക്ക് അറിയാത്തതല്ല. സർക്കാർ കൊടുക്കുന്ന ഒരു അഫിഡവിറ്റ് അനുസരിച്ച് മാത്രമാണ് വിധി എഴുതാനാണെങ്കിൽ പിന്നെ എന്തിനാണ് കോടതി? സ്വാഭാവികമായി സർക്കാരിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരു വിധി കാരണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാപരമായ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു നിലപാട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്നോടുള്ള നിരീക്ഷണമായിരുന്നു ബാസുരേന്ദ്ര ബാബു നടത്തി വന്നത്, അതാണ് ഇന്ററപ്റ്റ് ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ പ്രതികരണം സമഗ്രമായ ശ്രീ ബാസുരേന്ദ്ര ബാബു, അതായത് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, വിധിയിൽ സർക്കാരിന്റെ അഫിഡവിറ്റ് മാത്രം നോക്കിയാണോ ഒരു വിധി? എനിക്കറിയില്ല, സംബന്ധിച്ച് ഞാൻ അങ്ങനെയല്ല ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ ജയരാജൻ അത് അറിയാത്തതല്ല, അദ്ദേഹം രാഷ്ട്രീയ പ്രേരിതമായത് പറയുന്നതാണ്. താങ്കൾ പറഞ്ഞു വന്ന അതിലേക്ക് അല്ല, അതിനകത്ത് അദ്ദേഹത്തിന്റെ തന്നെ മറുപടി ഇങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തു, UDF കൊടുത്തു, നമ്മൾ എതിർക്കുന്നില്ലല്ലോ, കൊടുത്തു. അവർക്ക് ആചാരങ്ങൾ നിലനിൽക്കണമെന്നാണ് ആഗ്രഹം. LDFന്റെ അടുത്തേക്ക് വന്നപ്പോഴെന്താണ്, അവർക്ക് ജെൻഡർ ഈക്വാലിറ്റിയാണ് പ്രധാനം. ജെൻഡർ ഈക്വാലിറ്റി തന്നെയാണ്, പക്ഷെ ആചാരത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അത് സവിശേഷമായി പരിശോധിക്കണം. സവിശേഷമായി പരിശോധിച്ചല്ലോ കോടതി. അതിനാണല്ലോ അമിക്കസ് ക്യൂറിയെ വെച്ചിരിക്കുന്നത്. 2 അമിക്കസ് ക്യൂറിമാരുണ്ടല്ലോ. അപ്പൊ ആ നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഗ്രാഹ്യമുള്ള ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്ത് നിർദ്ദേശങ്ങൾ കൊടുക്കാനായി അമിക്കസ് ക്യൂറി വെച്ചിരിക്കുന്നത് കോടതിയിൽ. അപ്പൊ അതുമൊക്കെ കഴിഞ്ഞിട്ടാണ് വിധി വന്നത്. എങ്ങനെയൊക്കെ ആയിക്കൊള്ളട്ടെ, വിധി വരുന്നത് ഒരു അഫിഡവിറ്റിന്റെ വീക്ഷണത്തിനെതിരാണെങ്കിൽ ഞങ്ങൾ നടത്തില്ല എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യമാണ്? ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കാര്യം ഇത് ഇടതുപക്ഷത്തിനൊരിക്കൽ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. 91 ഒരു വിധി വന്നല്ലോ. ആ വിധി വന്നപ്പോഴും ഇടതുപക്ഷത്തിന്റെ നിലപാട് ജെൻഡർ ഈക്വാലിറ്റി തന്നെയായിരുന്നല്ലോ. പക്ഷേ വിധി എതിരായിരുന്നു. അത് കൃത്യമായും ആചാരങ്ങൾ വേണമെന്ന് ഇടതുപക്ഷം നടപ്പാക്കിയല്ലോ. അവിടുന്ന് കണ്ടുപഠിക്കണ്ടേ? ഞാൻ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ നിലപാടല്ലാത്തപ്പോഴും കോടതി നിലപാട് എന്ന നിലയ്ക്ക് അത് നടപ്പാക്കി. അങ്ങനെ തന്നെ നടപ്പാക്കാനുള്ള യോഗ്യത മാത്രമേ ഒരു പ്രതിപക്ഷ പാർട്ടിക്കുള്ളൂ. അത് മനസ്സിലാക്കാതെ ഇറങ്ങിച്ചാടി ആരുടെ കൂടെ? വിശ്വസിക്കാൻ കൊള്ളാത്ത BJPയുടെ കൂടെ. അവരാകട്ടെ ഞങ്ങളുടെ അടവിൻ ഇവര് വന്ന് ഈ കുരുക്കിൽ വന്ന് വീണു, ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ അവരെ ഒതുക്കി എന്നാണല്ലോ പരസ്യമായി പറഞ്ഞത്. നോക്കൂ, അതിനൊരു മറുപടി നിയമസഭയിലെങ്കിലും പറയാൻ BJPക്കെതിരെ. അതാണ് KV അബ്ദുൽ ഖാദർ. ശ്രീ അബ്ദുൽ ഖാദർ, താങ്കൾ അല്ല, എന്റെ സുഹൃത്ത് ശ്രീ ജയരാജന്റെ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാക്കാം. അല്ല, അങ്ങനെയല്ല. കോൺഗ്രസ് ഈ കാര്യത്തിൽ ചെന്ന് വീണിട്ടുള്ളൊരു അഗാധമായ ഒരു ഗർത്തത്തിലാണ് അവർ ചാടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവര് സത്യത്തിൽ ഇപ്പോ ശിവകുമാരൻ മറുപടി പറഞ്ഞെന്താ, സമരം നമുക്കറിയാം, പ്രാദേശികമായിട്ട് കോൺഗ്രസ് പങ്കെടുക്കാൻ പറഞ്ഞ സമരത്തിന്റെ ലീഡർഷിപ്പ് VHPയും RSSും ഒക്കെ ആയിരുന്നു. ആ സമരത്തിൽ ഇവർ കൂടി പോയതോടുകൂടി ഇവരുടെ കോൺഗ്രസ് എന്നുള്ളൊരു വ്യക്തിത്വം
അത് അവർ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ തുടർച്ചയായിട്ടാണ് നിയമസഭയിൽ ഇന്ന് പ്രമേയം കൊണ്ടുവരുന്നത്. അവിടെ പോലീസിനെയാണ് അവർ ഗവൺമെന്റിനെയാണ് ആക്ഷേപിക്കുന്നത്. ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഒരു വിധി, ആ വിധി ഏത് ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റിന് ബാധ്യത നടപ്പിലാക്കാൻ. അവിടെ അതിനെതിരായിട്ട് RSSും BJPയും ആദ്യ ദിവസങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയ പോലീസ് നിരോധനാജ്ഞ ആദ്യം പ്രഖ്യാപിച്ചില്ലല്ലോ. നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നത് ഇവര് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ്, കുഴപ്പമുണ്ടാക്കിയപ്പോഴാണ്, കലാപം നടത്തിയപ്പോഴാണ്. പക്ഷെ ഇതൊന്നും പറയാതെയാണ് പിന്നെ പോലീസിനെതിരായിട്ട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അംഗങ്ങളും സംസാരിക്കുന്നത്. അവിടെയാണ് നഗ്നമായ പക്ഷപാതിത്വം ബോധ്യമാവുന്നത്. അത് ഇവർക്ക് ബോധ്യമാവുന്നില്ല എന്നുള്ളതാണ് ഒരു വൈചിത്ര്യം. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ഞാൻ ആദ്യം ഭാസുരേന്ദ്ര ബാബുവിനോടാണ് ചോദിച്ചത്. അത് അദ്ദേഹം അഡ്രസ് ചെയ്തില്ല. എങ്ങനെയോ സന്ദർഭവശാൽ ശ്രീ ജയരാജനോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ പഴയ കക്ഷി BJPയുമായി ഒരു ബ്ലോക്കായിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ഒന്നിച്ചിരിക്കുകയും അങ്ങനെ കറുപ്പ് വസ്ത്രം ധരിക്കുകയും, നിങ്ങളുടെ കറുപ്പ് വസ്ത്രം ധരണം അതുമായി ഞാൻ കൂട്ടി യോജിപ്പിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ധരിച്ചെത്തിയ PC ജോർജിനെയും രാജഗോപാലിനെ എങ്ങനെയാണ് കാണുന്നത് ഇന്ന് സഭയിൽ? PC ജോർജ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നേരത്തെ ആളാണ്. അദ്ദേഹം അദ്ദേഹം തന്നെയാണ് അതിന്റെ നേതാവ്. അല്ല, എന്നാലും ഒന്ന് നിരീക്ഷിക്കാമല്ലോ. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാട് ഒരുപക്ഷെ അദ്ദേഹത്തിന് LDFിലും UDF അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമുണ്ട്. LDF UDF എന്നെ അടുപ്പിക്കുന്നില്ല. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു സംവിധാനമായിട്ട് പ്രവർത്തിക്കണം. ഇപ്പൊ അദ്ദേഹം അടുത്ത കാലത്തുണ്ടായ അദ്ദേഹത്തിന് ചില ഒറ്റപ്പെടലിന്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം കുറച്ചു കാലമായിട്ട് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരുന്നുണ്ടായിരുന്നു. ആ ഒരു അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം BJP ആയിട്ട് ഇപ്പം ബന്ധപ്പെടാൻ പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കറുത്ത വേഷം ധരിച്ചത് ആ ഒരു അടിസ്ഥാനത്തിലല്ല. ശബരിമല വിഷയത്തിൽ ഞാൻ തുടക്കത്തിലെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ശബരിമല ഞാനൊരു വിശ്വാസിയാണ്, ശബരിമലയ്ക്ക് പോകുന്ന ഒരാളാണ്. ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ കാരണം ഇവിടെ ഞാൻ ഭക്തനല്ല, പക്ഷെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് നമുക്കറിയാം, നമുക്ക് നോക്കിക്കാണാം. ഒരു ഭക്തനായ വ്യക്തി ഒരു രാഷ്ട്രീയ പ്രേരിതമായ അതിന്റെ പ്രതീകാത്മകത ബോധ്യപ്പെടുത്താൻ ആ വേഷം ധരിക്കാറുണ്ടോ? അതും സഭയിൽ നിന്നെത്തുമ്പോൾ. അല്ല, പിന്നെ എങ്ങനെയാണ് നമുക്ക് പ്രവർത്തിക്കുക? ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോ BJPയുടെ സമരത്തിന് മുമ്പിൽ പോയി നിൽക്കാൻ പറ്റുകയില്ല. ഒരു കാര്യം പോകാനും പറ്റില്ല. BJP ഈ വരുന്ന ഈ ഭക്ത സംഘങ്ങൾ മുഴുവൻ BJPക്കാരല്ല. അത് ഒരു കാര്യമുണ്ട്, അവരതിന്റെ തലയ്ക്ക് കയറി നിപ്പുണ്ട്. പക്ഷെ പുറകിൽ നിൽക്കുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട്. അങ്ങനെ തലക്കൽ കയറി നിൽക്കുന്ന അവരെ വ്യതിരിക്തമാക്കി ആക്രമിക്കാനും അവരെ ഒറ്റപ്പെടുത്താനും എന്ത് രാഷ്ട്രീയ ശ്രമമാണ് ഇതുവരെ UDF നടത്തിയിട്ടുള്ളത്? അല്ല, അവിടെ പിന്നെ UDF മൗനം പാലിക്കേണ്ട കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു കാര്യമുണ്ട്, ഞാൻ ചോദിക്കാം. അതായത് ഭക്തരുടെ തലക്കൽ അക്രമം നടത്താൻ ബോധപൂർവം BJPയും സംഘപരിവാറും ഉണ്ടെന്ന് സാറ് സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അവരെ വ്യതിരിക്തമാക്കി ഈ വിഷയത്തിൽ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമായി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ അവരെ വ്യതിരിക്തമാക്കാനുള്ള ഒരു രാഷ്ട്രീയ അക്രമം ഏതർത്ഥത്തിൽ UDF വികസിപ്പിച്ചു? ഏതർത്ഥത്തിൽ വികസിപ്പിച്ചു? പമ്പയിൽ വരെ പോയി നിർത്തി, ബാക്കി നിങ്ങൾ ചെയ്തോളാനാ പറഞ്ഞത്. കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സാവകാശ ഹർജി നേരത്തെ കൊടുക്കാമായി. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ വിധി ശരി, ഈ സാവകാശ ഹർജി വൈകിയെന്ന് തന്നെ ഇരിക്കട്ടെ, വാദം അംഗീകരിക്കാം. ഈ സാവകാശ ഹർജി അതിലൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ട്, അതാണ് ഞാൻ ഇടപെടുന്നത്. അതായത് സാവകാശ ഹർജി പോയല്ലോ, സാവകാശ ഹർജി പോയി, പ്രശ്നം പരിഹരിക്കലാണല്ലോ നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. അല്ലാതെ പ്രശ്നം ഉണ്ടാകുന്ന വിഷയം കൈവിട്ടു പോയി. ആരാണ് കൈപിടിപ്പിച്ചത്? കൈവിട്ടു പോയത് അങ്ങനെ ഗവൺമെന്റ് ഭാഗത്ത് തന്നെ. ഗവൺമെന്റ് ഈ കാര്യത്തിൽ ശ്രീ ജയരാജ്, ശ്രീ KV അബ്ദുൽ ഖാലിക്, സാവകാശ ഹർജി പോയി, എപ്പോഴും ആയിക്കോട്ടെ, രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, നമ്മൾ വിവാഹം കഴിക്കുന്ന പോലെയല്ലോ രാഷ്ട്രീയ പ്രക്രിയ. സാവകാശ ഹർജി പോയി, പ്രതിപക്ഷത്തിന്റെ കൂടി മാനിച്ചോ അല്ലെങ്കിൽ പ്രളയത്തിന്റെ എന്തായിരുന്നോട്ട് സാവകാശ ഹർജി പോയി. 22ലേക്ക് പുനഃപരിശോധന ഹർജി നിൽക്കുന്നു. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ജുഡീഷ്യറിയോടുള്ള മര്യാദയും പ്രശ്നപരിഹാരം എന്നുള്ള നിലയിൽ കാര്യങ്ങളെത്തി. ഇനി നമുക്ക് സമാധാനത്തിലേക്കാവും. അങ്ങനെയല്ലല്ലോ നിങ്ങൾ പോയത്. BJPയുടെ ഊർജം സമരത്തിൽ എവിടെ തളരുന്നുവോ അന്നേരം പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി അടക്കമുള്ള ഗ്രൂപ്പ് അടക്കം പോവുകയാണ്, അവിടെ പോയി ഊർജം പകരുകയാണ്. അല്ല, അതാണ് ചെയ്തത്, അതാണ് നമ്മൾ കണ്ടത്. മറിച്ചുണ്ടെങ്കിൽ പറയൂ. സുധാകരനൊക്കെ പോലീസുമായിട്ട് തട്ടിക്കയറി രാഹുൽ ഈശ്വറിന് വേണ്ടി നിലക്കൽ ചാർജ് ഉണ്ടായിരുന്നതും പമ്പയിൽ ചാർജുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ എന്തിനാ മാറ്റിയത്? സർക്കാരിനെ
ബോധ്യപ്പെട്ടില്ല അവരുടെ നിലപാടുകൾ ശരിയല്ല എന്നുള്ളത്. അങ്ങനെയില്ല. അതാണോ ശ്രീ കെ. പ്രക്രിയയുടെ ഭാഗം ഒരു വിരസത പോലും ഭക്തനോട് ഒരു ഘട്ടത്തിലും ഉണ്ടാവില്ല. 16 ഉച്ചവരെ പോലീസ് അനങ്ങിയില്ല. യഥാർത്ഥത്തിൽ പോലീസിന്റെ മാധ്യമ പ്രവർത്തകരെയും ജനങ്ങളെയും ആക്രമിച്ച് വാഹനം തകർത്ത് അഴിഞ്ഞാടിയപ്പോഴാണ് ആക്ച്വലി ലാത്തി ചാർജ് ഉണ്ടാവുന്നത്. എല്ലാവരും അറിയുന്നതാണ്. എന്നിട്ട് സമരം പാലിച്ചു. പക്ഷെ അന്ന് കെ സുധാകരനൊക്കെ അവിടെ കാണിച്ചെന്താണ്? കെ സുധാകരനൊക്കെ ഒരു പിന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് എന്നുള്ള നിലയിൽ യഥാർത്ഥത്തിൽ അക്രമകാരികൾക്കെതിരെ സംസാരിക്കുന്നതിന് പകരം അദ്ദേഹം പോലീസിനെതിരായിട്ട് ആക്രോശിക്കുകയായിരുന്നു. അത് ഇവരുടെ ഈ പ്രശ്നത്തിലെ നിലപാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. ഇപ്പോ എന്താ കോൺഗ്രസിന്റെ കാര്യത്തിൽ അഖിലേന്ത്യാ നേതൃത്വ നിലപാട്? രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം വ്യക്തിപരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി നിൽക്കുകയാണ്. അഖിലേന്ത്യാ പ്രസിഡന്റ് നിലപാട് വ്യക്തിപരമാണ് എന്ന് സംസ്ഥാന പാർട്ടി പറയുമ്പോൾ എന്തൊരു ഗതികെട്ട നിലപാടാണ്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് 12 വർഷക്കാലം സുപ്രീം കോടതിയിൽ കേസ് നടന്നല്ലോ. BJP എന്ന പോലെ കോൺഗ്രസിനും ഒരു അഭിഭാഷകനെ വെച്ച് ഇതാണ് നിലപാടെങ്കിൽ സുപ്രീം കോടതിയിൽ വിധി വരുന്നതിന് മുമ്പ് വാദിക്കേണ്ടതായിരുന്നില്ലേ? അത് പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു ശ്രമം മാത്രമാണ്. ഇപ്പൊ എക്സ്പോസ്ഡ് ആണ് കാര്യങ്ങൾ, വളരെ കൃത്യമാണ്. പക്ഷെ എക്സ്പോസ്ഡ് ആയിട്ടും ഈ സംഭവത്തിൽ തങ്ങളുടെ നിലപാടിൽ പറ്റിയ അബദ്ധം കോൺഗ്രസ് പറയുന്നില്ല എന്നുള്ളതാണ് അവരെ കൂടുതൽ കുഴിയിലേക്ക് ചാടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതായത് കൈ മറ്റേ ചില കുരങ്ങനെ അങ്ങനെ ഓവിച്ചതല്ല, അത് കൈ നോക്കില്ല, നൂത്താൽ പുറത്തിറങ്ങാം, പക്ഷെ നോക്കില്ല. അങ്ങനെ ഒരു ഈ സയന്റിഫിക് റിസർച്ചിലൊക്കെ പറയാനുണ്ട്. അല്ല, ഇവിടെ ഈ യഥാർത്ഥത്തിൽ പോലീസിന്റെ ആദ്യത്തെ ആക്ഷനൊക്കെ ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഭക്തന്മാർ എന്തുകൊണ്ടാണ് ഭയപ്പെട്ടു പോയത്? അങ്ങോട്ട് വരാൻ ആൾക്കാരും പഠിച്ചു. ഞാൻ 2 കാര്യങ്ങൾ. പക്ഷെ ഞാൻ അന്വേഷിക്കുകയും ഞങ്ങൾ പീപ്പിൾ TV തന്നെ പോയി നേരിട്ട് ഭക്തരെ കാണുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു കേട്ടതുപോലെയല്ല. ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്ക് സ്വസ്ഥമായി ഇവിടെ കാര്യങ്ങൾ വളരെ മുമ്പ് ഉള്ളതിനേക്കാൾ വളരെ ഭംഗിയായി കാര്യങ്ങൾ നടക്കുന്നു എന്നാണല്ലോ അവർ. എന്തുകൊണ്ടാണ് അവന്റെ ഭക്തന്മാർ വരാത്തത്? കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയുടെ പ്രത്യേകത, അതായത് ഭക്തന്മാർ വരാത്തതായ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അക്രമം നടത്തിയ BJP അല്ല, അവിടെ നിയന്ത്രണം ഒരു ഘട്ടത്തിലും BJP വിമർശിക്കുന്നില്ല. നിലപാടിലൂടെ നമുക്ക് യോജിപ്പില്ല. BJP എന്താണ്? BJP രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആണല്ലോ. ഞാൻ ചോദിക്കട്ടെ, BJP ഏതാണ്ട് പല കാരണങ്ങൾ കൊണ്ടും BJPയുടെ അവസ്ഥ വളരെ മോശമായിരുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തതാണ് സത്യത്തിൽ. അവിടെയാണ് LDFന്റെ ഒരു നിലപാടിനോടുള്ള നമ്മുടെ അഭിപ്രായം. BJPക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് ഈ പറയുന്ന ഭക്തജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിന്റെ പിന്നാമ്പുറങ്ങളിൽ LDFന്റെ ഒരു നിലപാട് കൂടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നേരത്തെ ഞാൻ കഴിഞ്ഞു നോക്കട്ടെ, തന്ത്രിയെ വിളിക്കുന്നത് എപ്പോഴാണ്? ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ തന്ത്രി, അതോടൊപ്പം തന്നെ പന്തളംകോട്ട, ഇതെല്ലാം അവിടുത്തെ ആചാരപരമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് ഒരു ദിവസം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. നമ്മൾ ഇതിനോടൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഒരു കാര്യം നടപ്പാക്കുമ്പോൾ അവിടുത്തെ ഒരു സാമൂഹിക അവസ്ഥ, അതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, അവിടുത്തെ ഒരു ട്രഡീഷൻ, അവിടുത്തെ ആചാരങ്ങൾ, ഇതെല്ലാം NSSന് വേണ്ടി കോടതിയിൽ ഹാജരായ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള പരാശരൻ ഉൾപ്പെടെ ഈ വിഷയമൊക്കെ സുപ്രീം കോടതിയിൽ വാദിച്ചതാണ്. എന്നിട്ടും സുപ്രീം കോടതി ഇങ്ങനെ വിധി പറഞ്ഞു. നമുക്ക് സുപ്രീം കോടതിയുടെ വിധിയെ, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്യാനാവില്ല. നിയമപരമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് പകരം BJP ആദ്യഘട്ടത്തിലെടുത്ത നിലപാടിൽ നിന്ന് പുറകോട്ട് പോവുകയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവിടെ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ആ പ്രശ്നത്തിൽ സംഘ് പരിവാറിനെ ഒന്നാം പ്രതിയാക്കി അവരുടെ കുഴപ്പമാണ് എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല, UDF തയ്യാറാകുന്നില്ല, ഒപ്പം നിൽക്കുകയാണ്. ഈ പ്രശ്നത്തിൽ ഏറ്റവും വലിയ ഇതാണ്. ശ്രീ ബാസിൽ ബാബു, താങ്കൾ പറയുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി ചർച്ച അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയതുകൊണ്ട്, അതായത് ഇന്ന് ചെന്നിത്തലയുടെ ഒരു കുറിപ്പുണ്ട്. നാം സംവാദങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ മാറിയ സ്ഥിതിക്ക് ഞാൻ അതുകൂടി, ഇടിച്ച മഞ്ഞുകട്ട എത്രത്തോളം വലുതാണെന്ന് ടൈറ്റാനിക് ഇരുന്നപ്പോഴാണ് കപ്പിത്താൻ ആയ എഡ്വേർഡ് സ്മിത്തിന് മനസ്സിലായത്. 100 അടി ഉയരവും, അതായത് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇതാണ്, ശബരിമലയിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ മഞ്ഞുകട്ടയിൽ ഇടിച്ച ടൈറ്റാനിക്
എന്നതിനോടാണ്, അതായത് മുഖ്യമന്ത്രിയെ ടൈറ്റാനിക് കപ്പലിനോടും അല്ല, സ്വയം മഞ്ഞുകെട്ടയായുമാണ് ഉപയോഗിച്ചത്. അത് അക്ഷരാർത്ഥത്തിൽ വേറൊരു അർത്ഥത്തിൽ ശരിയല്ലേ? അതുകൂടി താങ്കൾക്ക് പ്രതിപാദിക്കും. ഗവൺമെന്റ് തകർന്നു പോയിരിക്കുന്നതാണ് അവരുടെ വാദം. ഞാൻ പറയുന്നില്ല അതിൽ മഞ്ഞുകെട്ട എന്നത് സ്വയം വിശേഷിപ്പിക്കുക വഴി മഞ്ഞുകെട്ടയ്ക്ക് ചില സ്വഭാവമുണ്ട്. ഏത് ഘട്ടത്തിലും എപ്പോഴും അതാകാനാകും. അതുകൂടിയാണ് അവർക്കെതിരായി വരുന്ന ആരോപണം. BJPക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്നത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായില്ലേ എന്ന ഒരു സാഹിത്യ കൂടിയാണ് ഞാൻ. അല്ല, അതിനകത്ത് സുപ്രീം കോടതി വിധി വന്നു. ഡോക്ടറോട് പറയുന്നത് സുപ്രീം കോടതി വിധി വന്നു. അങ്ങനെ വിധി വന്നപ്പോൾ തന്നെ BJP രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വിശ്വാസ സംരക്ഷണം രണ്ടാം ഘട്ടത്തിൽ വിശ്വാസ സംരക്ഷണത്തിന് നിൽക്കുന്നു. സ്ത്രീകൾ കയറിയാൽ, യുവതികൾ കയറിയാൽ ഞങ്ങൾ തടയും. അത് ആദ്യം പറഞ്ഞത് അവരാണ്. യുവതികൾ കയറിയാൽ തടയും എന്ന് പറയുക ഒരു വശത്ത്, മറുവശത്ത് യുവതികൾക്ക് കയറാമെന്ന് കോടതി വിധി വരിക. സ്വാഭാവികമായിട്ട് അവിടെ സംഘർഷം വരുമല്ലോ. അപ്പൊ പോലീസിനെ വിന്യസിക്കണമല്ലോ. പോലീസ് വന്നതുകൊണ്ടാണ് സംഘർഷം വന്നതെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇപ്പം സത്യത്തിൽ തീർത്തോട്ടെ, ഞാൻ പറയുന്നത് പോലീസ് വന്നിട്ടാണ് സംഘർഷം വന്നതെന്ന് പറയുന്ന അർത്ഥമില്ല. സംഘർഷം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് BJP പറഞ്ഞത് കൊണ്ടാണ് പോലീസ് വന്നത്. പോലീസ് വന്നതുകൊണ്ട് സംഘർഷം അവരുണ്ടാക്കിയിട്ടും ഏൽക്കാതെ പോവുകയാണ് ചെയ്തത്. ഞാൻ ശിവകുമാറോട് മുമ്പ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ സന്നിധാനം അവരുടെ കയ്യിൽ ഇരുന്നേനെ. ഇപ്പോഴും അവര് പിന്നെ പല അങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ പറഞ്ഞു. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. സത്യത്തിൽ ഇപ്പോഴെന്താ പ്രശ്നം? ഞാൻ ലളിതമായൊരു ചോദ്യം ചോദിക്കാം. അങ്ങ് കണ്ണൂരുള്ള K. സുധാകരൻ എന്തിനാണ് നിലയ്ക്കൽ വരുന്നത്? ഇവിടെ നിന്ന് കോൺഗ്രസ് നേതാക്കളില്ലേ? ഇഫക്റ്റീവ് നേതാക്കൾ ആരും ഇല്ലേ? ഉണ്ടല്ലോ. അല്ല, അദ്ദേഹം KPCCയുടെ തലപ്പത്തിൽ. അതെ, എന്തിനാണ് അദ്ദേഹം വരുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞോ? AN രാധാകൃഷ്ണൻ സർക്കുലർ അയച്ച് ഓരോരുത്തരെ വരുത്തുന്നു. അങ്ങനെയൊന്നും കോൺഗ്രസിന് പദ്ധതി ഇല്ലാന്ന് എനിക്കും അറിയാം. അപ്പൊ അദ്ദേഹം വരുന്നത് കണ്ണൂർ മത്സരിക്കുമ്പോൾ BJPയുടെ പിന്തുണ കിട്ടണം. എന്താണ് ശിവകുമാറിന്റെ വാക്കുകൾ തടസ്സം വരുന്നത്? വിമർശിക്കാൻ. മത്സരിക്കുമ്പോൾ BJPയുടെ പിന്തുണ കിട്ടണം. എനിക്ക് ഡോക്ടറുടെ കാര്യം അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, BJPയുടെ പിന്തുണ കിട്ടിയാലേ ജയിക്കൂ എന്ന് തോന്നുകയും അവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്വന്തം അഭിപ്രായം പറയാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്, മാന്യന്മാരാണ് ഇന്ന് നിയമസഭയിൽ അമാന്യമായി എല്ലാം ചെയ്തത്. ഞാൻ പറയുന്നത് ഇടതുപക്ഷവും മത്സരിക്കുന്നുണ്ടല്ലോ, ജനാധിപത്യവാദികളും മത്സരിക്കുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടേ BJPയുടെ പിന്തുണ? വേണ്ട. BJPയുടെ പിന്തുണയില്ലാതെ ജയിക്കെങ്കിൽ ജയിച്ചാൽ മതി എന്ന് തീരുമാനിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി. ഒപ്പം ഒരു കാര്യം നമുക്ക് മിസ്സായി. എന്തായിരുന്നു UDF MLA-മാർ തമ്മിലുള്ള തർക്കം? അൻവർ സാദത്ത് ആലുവ MLA-യും സുൽത്താൻ ബത്തേരി MLA അല്ലേ IC ബാലൻ? 32,000 വോട്ടാണ് നിയോജകമണ്ഡലത്തിൽ BJP പിടിച്ചത്. പഴയ കാര്യമോ? നമ്മുടെ ഈ വിഷയം മാറിപ്പോ BJPയുടെ വോട്ട് വേണ്ട എന്നിപ്പോ ചാനൽ ചർച്ച ഡോക്ടറുടെ കാര്യം സൂചിപ്പിച്ചില്ല, കേരള കോൺഗ്രസിനെ സൂചിപ്പിച്ചില്ല. പ്രതീകാത്മകമായി UDF-നെ പ്രതികരിക്കുന്നുണ്ട് പറഞ്ഞതാണ് ശ്രീ ജയരാജ്. എന്തായാലും അതെ, അദ്ദേഹം ഡോക്ടറെ ഉദ്ദേശിച്ചില്ല, ഡോക്ടറെ ഒഴിവാക്കി തന്നെയാണ് പറഞ്ഞത്. എടുത്തു പറഞ്ഞു. അതായത് ശ്രീ ജയരാജ്, അതായത് എന്തായിരുന്നു ഇന്ന് ഈ IC ബാലകൃഷ്ണനും ഹൈബി ഈഡനും അൻവർ സാദത്തും തമ്മിൽ ഒക്കെ നടന്ന ഡയസിലേക്ക് കയറാൻ പോകുന്നു. അൻവർ സാദത്ത് തന്നെ മീൻസ് അവിടെ പറയുന്ന ചീത്തപ്പടി ഉണ്ടായിരുന്നു. ഞാനവിടെ നിൽപ്പുണ്ട്. ഡയസിലേക്ക് കയറാനായിട്ട് സ്വാഭാവികമായി പ്രതിഷേധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇപ്പൊ നമ്മളെല്ലാവരും ഒരു സ്വഭാവം അറിയാമല്ലോ. മുൻകാലങ്ങളിൽ നിയമസഭ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രതിഷേധത്തിന്റെ സ്വരത്തിൽ സ്വാഭാവികമായിട്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സ്പീക്കർ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ഒരു പ്രതിപക്ഷ നേതാവിനെ അനുസരിക്കാം, അതായത് പ്രതിപക്ഷ നേതാവിനുള്ള പരിഗണന അനുസരിക്കാം. പക്ഷെ ഒരുപാട് പ്രതിപക്ഷ നേതാവായാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം ഒരാളെയും നിയന്ത്രിക്കാനാവാത്ത ഒരു അരാജകാവസ്ഥയിലാണ് UDF പ്രതിപക്ഷം നിയമസഭയിലുള്ളത് എന്നുള്ളതിന് സത്യം. അതിനപ്പുറത്തേക്ക് ഇനി ഒരു വിശദീകരണവും വേണം. അതായത് ശ്രീ KV അബ്ദുൽ ഖാദർ, അതായത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു ശക്തമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തി. അതായത് ഇന്ന് BJP പക്ഷത്തേക്ക് PC ജോർജ് പോയതിനും അദ്ദേഹത്തിനും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഇടഞ്ഞാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒട്ടേറെ പരിമിതികളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ഫലത്തിൽ അതേ രാഷ്ട്രീയ ലാക്ക് തന്നെയാണോ UDF-ഉം സഭയിൽ കാട്ടിയത് BJP-യുടെ വോട്ടിനായി? അതാണ് ഭാസുരേന്ദ്രബാബു മുമ്പോട്ട് വെച്ച രാഷ്ട്രീയ. കോൺഗ്രസ് ഒരു മതനിരപേക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ അതിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ കോൺഗ്രസ് നിലപാട് തെളിയിക്കുന്നത്. ഇവിടെ ശ്രീ ഭാസുരേന്ദ്രബാബു പറഞ്ഞ പോലെ K. സുധാകരനൊക്കെ എക്കാലത്തും അത്തരം ശ്രമം നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പോഴും അത്തരം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, കേരളത്തിൽ മതനിരപേക്ഷവാദികളായിട്ടുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവർ ഈ പ്രശ്നത്തെ സാഗൂതം വീക്ഷിക്കുകയാണ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ സാഗൂതം വീക്ഷിക്കുകയും
കോൺഗ്രസിന്റെ UDFന്റെ ഈ വഞ്ചനാപൂർവമായ നിലപാടിനെ അവർ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത്. കാരണം ഇതുപോലൊരു പ്രശ്നത്തിൽ BJPയെ RSSനെ കുറ്റപ്പെടുത്താതെ LDF ഗവൺമെന്റിനെതിരായിട്ട് സംസാരിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ആരാണ് അതിന് ബെനിഫിറ്റ് എന്ന് ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ കളി കേരളത്തിൽ നടക്കില്ല. ഈ പരിപ്പ് വേവില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത, എത്ര അവർ കളിച്ചാലും. ഈ പരിപ്പ് വേവില്ല എന്നറിഞ്ഞിട്ടും പെട്ടുപോയ, നേരത്തെ പറഞ്ഞതുപോലെ ആ മുഷ്ടി ഉയർത്താൻ ആകാതെ അല്ലെങ്കിൽ നോക്കാനാകാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നുള്ള ഒരു നാളത്തെ നിയമസഭയും നാളത്തെ രാഷ്ട്രീയവും കേരളം കാണുക? UDFന്റെ പക്ഷത്ത് നിന്ന് അവസാനമായി താങ്കൾ പറയും. അദ്ദേഹത്തിനോട് ഒരു കാര്യം ഞാൻ വിയോജിക്കുന്ന ഒരു കാര്യം, യഥാർത്ഥത്തില് ഇപ്പൊ ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം, ഭക്തർക്ക് വേണ്ടി BJP നിൽക്കുന്നു എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും യഥാർത്ഥത്തില് ആളുകൾ, ഇപ്പൊ ജനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ജനം ധരിച്ചിരിക്കുന്നത് BJP ബഹളം ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കും അവിടെ ആളുകൾ യുവതികൾ കയറുന്നില്ല എന്നുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും മറുഭാഗത്ത് LDFന്റെ നിലപാടുമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? കേരളത്തിലെ ജനാധിപത്യ ചേരിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ ചേരിക്ക് പങ്കില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു തന്ത്രം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ള സംശയം നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്. ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം കോൺഗ്രസിനെ പൊതുവെ ദുർബലപ്പെടുത്തുക, അല്ലെ UDFനെ ദുർബലപ്പെടുത്തുക, അതിന് മറുപടി പറഞ്ഞു കേട്ടില്ലേ? അത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക അവരുടെ രാഷ്ട്രീയമായ സ്വാഭാവികമായത്. പക്ഷെ അവിടെ BJP ശക്തിപ്പെടുത്തൽ എന്നൊരു പരിപാടി ഞങ്ങളുടെ ഉദ്ദേശത്തിലില്ല ഈ വിഷയത്തിൽ. പക്ഷെ അത് സ്വയം സംഭവിക്കാതിരിക്കണം. കോൺഗ്രസ് സ്വയം കൊണ്ടുവച്ചു കൊടുത്തതാണ്, ഒന്ന് ചവിട്ടു തലയിലേക്ക്. സ്വയം യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എപ്പോഴും ഇടതുപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെ ഞങ്ങൾ. കാരണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടതുപക്ഷ സമീപനം കോൺഗ്രസ് തന്നെ പ്രതിപക്ഷമായി വേണമെന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പ്രതിപക്ഷമായി നിൽക്കില്ല എന്ന് വാശി പിടിച്ചാൽ എന്ത് ചെയ്യുമെന്നാണ് BJPക്കാരെ ഇതിനിടയ്ക്ക് കൊണ്ടുവന്ന് അവരിതിന്റെ മുമ്പിലേക്ക് അവരെ എത്തിക്കാൻ ചില ശ്രമങ്ങൾ അങ്ങനെ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരം നിലപാടെടുക്കുന്നതിന്റെ കാരണം. അതായത് സുപ്രീം കോടതി വിധിയെ അനുകൂലിക്കുന്നു ആദ്യഘട്ടത്തിൽ, പിന്നീട് കടകം മറിഞ്ഞ് അവർ തിരിഞ്ഞ് വിഴുങ്ങി ആ വിഷയത്തെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായി പോകുന്നു. അപ്പോൾ എന്താണ് അവരെ എക്സ്പോസ് ചെയ്തതിന് പകരം അവർക്കൊപ്പം ഓടിയിട്ട് നിങ്ങൾ UDF പറയുകയാണ് ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കിയത് അവരെ എതിർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ രാഷ്ട്രീയം? അതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിക്കകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് ഇത്രാം തീയതി നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സാവകാശം ഈ കാര്യത്തിൽ ഗവൺമെന്റ് എടുത്തിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം സാവകാശ ഹർജി പോയിട്ടും പിന്നെ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ അല്ല തടയുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാവകാശ ഹർജി അക്ഷരാർത്ഥത്തിൽ ഉണ്ടല്ലോ. പിന്നീട് എന്താണ്? പക്ഷേ ഇത് നടപ്പാക്കാനായിട്ട് തുടക്കത്തിൽ തന്നെ സർവകക്ഷി യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ഗവൺമെന്റ് വിളിച്ചുകൂട്ടി. ഞാൻ പറഞ്ഞത് അവിടുത്തെ തുടക്കത്തിൽ സംഭവിക്കാത്ത പിന്നീട് സംഭവിച്ചല്ലോ, എന്നിട്ടും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് നിരോധനാജ്ഞയിലൂടെ BJPയുടെ നേതാക്കൾ പിടിയിലായപ്പോഴാണ് UDF അവിടെ സമരമായിട്ട് ഒരു ശുദ്ധഗതിയിലുള്ള അഭിപ്രായം അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. കാരണം BJPയും RSSും ഈ വിഷയത്തിൽ അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. ഈ സുപ്രീം കോടതിയിൽ ഇത് ഈ ഹർജി കൊടുത്തത് മുതൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട പിന്നെ കോൺഗ്രസും UDFും ഇപ്പൊ മനസ്സിലാക്കുന്നില്ല. അവര് ഈ വിഷയങ്ങൾ വരുമ്പോ നിയമസഭയിൽ നിന്ന് പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതാണല്ലോ, ഈ വിഷയത്തില് സർക്കാരിനെയും പോലീസിനെയും ഒന്നാം പ്രതിയാക്കി. രണ്ടാം പ്രതി സ്ഥാനത്ത് പോലും വിഷയാവതരണത്തിൽ ശ്രീ ശിവകുമാർ സംസാരിച്ചില്ല. എവിടെ പറഞ്ഞു? പറഞ്ഞില്ല. മുഖ്യമന്ത്രി വളരെ ഷാർപ്പായിട്ട് പറഞ്ഞപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ചില കമന്റ്സ് പറയുന്നത്. അതുപോലും ശിവകുമാർ പറഞ്ഞിരുന്നില്ല. അപ്പൊ ഇവരുടെ വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് പിന്നെ ഈ BJPയുടെയും സംഘപരിവാറിന്റെയും കെണിയിൽ UDF തലവെച്ചു കൊടുക്കുന്നു. അവരാ നിലപാട് തിരുത്തലല്ലാതെ മറ്റു യാതൊരു മാർഗവും ഇതിനകത്തില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ഈ നാളത്തെ സമരങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? ഈ നിയമസഭയിൽ അടക്കം നിങ്ങളുടെ ആന്തരിക വൈരുദ്ധ്യങ്ങളൊക്കെ കൂട്ടിമുട്ടി ആടി ഉലഞ്ഞ ആകെ പ്രശ്നമായത് എന്തെങ്കിലും മാറ്റം? സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വീണ്ടും തെങ്ങിൽ തന്നെയാണ്. അതായത് ഈ ഉണങ്ങുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാം നമുക്ക്, പക്ഷെ മറ്റു ചിലതൊക്കെ ഉണങ്ങുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാം. ഒരു പഴഞ്ചൊല്ലുണ്ട് ശ്രീ ബാസുരേന്ദ്ര ബാബു, നമുക്ക് ചർച്ചയൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ സഭയുടെ എനിക്ക് അവസാനമായി പറയാനുള്ളൊരു കാര്യമുണ്ടല്ലോ ഡോക്ടറെ, ഈ ഇവിടെ പോലീസ് ഉണ്ട് രംഗത്ത്, അതുകൊണ്ട് നിയന്ത്രണം ഉണ്ട്. സർക്കാർ താൽക്കാലികമായി BJPയുടെ ഒരു ഗെയിമും അനുവദിച്ചില്ല എന്ന് മാത്രമല്ല BJPയുടെ സമരം മലയിറങ്ങി അവർ സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു. അത് നിങ്ങളുടെ ഗുണം കൊണ്ടൊന്നുമല്ല, പോലീസ് നേരിട്ട് ഏറ്റുമുട്ടിയത് കൊണ്ട് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട.
പോലീസുകാർ മാത്രമായിരുന്നില്ല. ആയിരക്കണക്കിന് ഇടതുപക്ഷത്തിന്റെ അനുഭാവികളും പ്രവർത്തകരും ഒക്കെ രംഗത്തിറങ്ങി നാടായ നാട് മുഴുവൻ നവോത്ഥാന സദസ്സുകൾ സംഘടിപ്പിച്ചു. അങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ട് നേരിട്ട് ചരിത്രം വെച്ചുകൊണ്ട് നേരിട്ടു ഇതിനെ. അങ്ങനെ നേരിടുക കൂടി ചെയ്ത ഇടതുപക്ഷമാണ് ഇവിടെയുള്ളത്. ആ ഇടതുപക്ഷത്തിന്റെ ശക്തി ദുർബലപ്പെടുത്തിയാൽ BJP ജയിക്കും, BJPക്ക് മുൻപോട്ട് പോകാൻ കഴിയും എന്ന ഒരു ധാരണയില്ലാത്ത കോൺഗ്രസ് എന്ത് കോൺഗ്രസ് ആണ്? ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസുകാർ ചരിത്രപരമായി തെറ്റ് ചെയ്തു പോയി. ആ തെറ്റിനെ ന്യായീകരിക്കാൻ വീണ്ടും കിടന്ന് ഉരുളരുത്. ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഞാൻ. ഇപ്പൊ ഇവർ ചെയ്യുന്നത് എന്താ? നിയമസഭയിലാ ബഹളം വെക്കുന്നത്. നിയമസഭയിൽ പ്രിവിലേജ് ഉണ്ട്, കൂവാൻ ബഹളം ഉണ്ടാക്കുക, അത് ചെയ്യാം എന്തും ചെയ്യാം, കേസ് വരൂല. സുരേന്ദ്രനെ പോലെ കിടക്കേണ്ടി വരൂല. ഇത് തെരുവിൽ ചെയ്താൽ കിടക്കേണ്ടിയും വരും. ഞാൻ പറയുന്നത് ഇവരുടെ ബുദ്ധി കണ്ടോണം. മെയ് അനങ്ങാതെ ഞങ്ങൾ കലാപം ചെയ്യുന്നു കാണിക്കുന്ന ഒരു വൃത്തികെട്ട രീതിയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി അതായത് ഇത്രയേറെ ഗൗരവമായ ഒരു സാഹചര്യത്തിൽ ചെന്നിത്തല ഉയർത്തിയ ഒരു വാദം ശ്രീ KB അബ്ദുൽ ഖാദർ അതൊന്ന് സൂചിപ്പിച്ചു, പക്ഷെ അത് പൂർണ്ണമായും പറഞ്ഞില്ല. അതായത് ദന്തഗോപുരത്തിലിരുന്നല്ല, ഞങ്ങൾ നേരിട്ട് പോയിട്ടാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾ. ഇത് പറയേണ്ട ഒരു ഗതികേട്, ഒരുപക്ഷെ അതൊരു ഗതികേടല്ലേ? ഒരു പക്ഷപാതവുമില്ല, അതൊരു ഗതികേടല്ലേ രാഷ്ട്രീയമായി? ശ്രീ ജയരാജ്, അതായത് ദന്തഗോപുരത്തിലിരുന്നല്ല, ഞങ്ങൾ അവിടെ പോയി വിയർത്തിട്ടാണ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ആരൊക്കെ ഇരുന്ന സ്ഥാനമാണത്. അത് പറയുന്നത് രാഷ്ട്രീയ ദൗർബല്യത്തിന്റെ സൂചന അല്ലേ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിന് മറുപടി ഉണ്ടോ? 10 സെക്കൻഡ്. അതുകൊണ്ടല്ല പറഞ്ഞത്. പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം, ഞാൻ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യം, ശബരിമലയുടെ പ്രത്യേകതയും അവിടുത്തെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ആചാരനിഷ്ഠകളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സംവിധാനമായിരുന്നുവെങ്കിൽ ഈ തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് ഗവൺമെന്റ് എടുക്കുകയായിരിക്കും. അവിടെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് LDF സർക്കാരാണ്. അവിടെയുള്ള റോഡ് PKC റോഡ്, വികസനത്തിന്റെ കാര്യമല്ല ഞാൻ നോക്കൂ, അതിനകത്ത് നമുക്കറിയാം. പക്ഷെ അതല്ല സാഹചര്യം. കൃത്രിമമായ ആ സാഹചര്യത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് ഒറ്റ കാര്യം, അതായത് എല്ലാ അർത്ഥത്തിലും പ്രതിപക്ഷം ഈ സമരത്തിന്റെ പുറത്ത് സഭയ്ക്ക് പുറത്തും ദുർബലമാവുകയല്ലേ ചെയ്തത്? അല്ല ഞങ്ങൾ പറയാനുള്ള വേദികളിൽ കോൺഗ്രസിന് അതിന്റെ പരമ്പരാഗതമായ ഒരു ട്രഡീഷൻ കോൺഗ്രസ് ഈ കാര്യത്തിൽ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ആചാരങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ മുകളിലാണ് എന്ന് വാദിക്കുന്നവരോടൊപ്പം കോൺഗ്രസ് നിൽക്കാൻ പോകുന്നതാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഭരണഘടന നൽകുന്ന വിശ്വാസത്തിന് സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. പക്ഷെ ഒരു തർക്കം വന്നാൽ എല്ലാം ഭരണഘടനയുടെയും നീതിന്യായ സംവിധാനത്തിന്റെയും താഴെയാണ് എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കുന്നില്ല. തീർച്ചയായും ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയോടായി പ്രതീകാത്മകമായി